നമ്മളെ ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഏറ്റവും അടുത്ത സമയത്ത് കഴിഞ്ഞൊരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ കോർപ്പറേഷൻ്റെ ഭാഗവും പിന്നെ ലോയുടെ ഭാഗവുമാണ്. അത് 1083/26 എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ്റെ കോഡാണ്. അതായത് 26-ലെയാണ്, അതായത് 26 നടത്തിയ ക്വസ്റ്റ്യൻ ആണ്. അല്ല, കോഡ് എ ആണ്. നിങ്ങളിൽ ആ ക്വസ്റ്റ്യനൊക്കെ കാണും, നിങ്ങളതൊക്കെ എക്സാമൊക്കെ എഴുതിയവരൊക്കെ കാണും. അപ്പം നമ്മൾ ആ ഓരോ ക്വസ്റ്റ്യനും അത് ഈ കോർപ്പറേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകൾ, അതിൻ്റെ ആൻസറ്, ആ ക്വസ്റ്റ്യനോടനുബന്ധമായി മറ്റ് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുള്ള പോയിന്റുകൾ ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ക്ലാസ്സാണിത്. ഇതിപ്പോൾ ആദ്യ ഭാഗത്ത് കോർപ്പറേഷൻ്റെ ഈ എക്സാമിന് കോർപ്പറേഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസുകളും, അടുത്ത പാർട്ടായിട്ട് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ലോയിൽ ചോദിച്ച ചോദ്യങ്ങളും, അതിൻ്റെ ഓരോ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ പറയുന്നതിന് അപ്പുറം ഈ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഇതുമായി കണക്ട് ചെയ്ത് പുതിയ വേറെ ക്വസ്റ്റ്യൻസുകളൊക്കെ മറ്റ് പല പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട്. അത് ആ ക്വസ്റ്റ്യൻ വീണ്ടും ആവർത്തിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. നമ്മളത് പോയിൻ്റാക്കി അതങ്ങ് നിങ്ങളെ മനസ്സിലാക്കത്തക്ക രീതിയിൽ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ചോയ്സും ഒക്കെ കൊടുക്കുകയല്ല, ആ ആൻസർ ഉൾപ്പെടുന്ന പോയിൻ്റായിട്ട് തന്നെ തരികയാണ്. അതെങ്ങനെയാ എന്നുള്ളത് നമ്മൾ വിവരിച്ചു തരികയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. അതിൽ കോർപ്പറേഷൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ NCDC ആക്ട് വാസ് പാസ്ഡ് ഇൻ ദ ഇയർ എന്നാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്കറിയാം. NCDC ആക്ട് ആണ്, NCDC അല്ല. അപ്പം അത് തിരിഞ്ഞു പോകാതിരിക്കാനുള്ളൊരു ശ്രദ്ധ നിങ്ങൾക്കുണ്ടാകണം. അത് ആക്റ്റും NCDCയും രണ്ടും 2 വർഷമാണ്. ആക്ട് 62-ലും NCDC 63-ലുമാണ്. അപ്പം അത് ഇവിടെ 63-ഉം കിടപ്പുണ്ട്. ആദ്യം തന്നെ 63 കൊടുത്തിട്ടുണ്ട്, 62 പിന്നീടാണ് കൊടുത്തിരിക്കുന്നത്. പെട്ടെന്ന് NCDC എന്ന് മാത്രം കണ്ട് നമ്മുടെ ആൻസർ എഴുതുമ്പോൾ 63 എഴുതി പോകരുത്. കാരണം NCDC എന്നാണ് രൂപീകരിച്ചെന്നുള്ള ചോദ്യവും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ NCDC ആക്ട് 1962-ലാണ്. ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് ഈ NCDCയുമായി ബന്ധപ്പെട്ട് NCDCയുമായി ബന്ധപ്പെട്ട ചോദ്യമാണല്ലോ ഇത്. ഇതിൽ തന്നെ അനേകം ചോദ്യങ്ങൾ വിവിധ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ക്ലാസ്സിലൊക്കെ എടുക്കുമ്പോഴൊക്കെ ആ വിവരങ്ങളൊക്കെ നമ്മളെ ക്ലാസ്സിലെടുത്തിട്ടുണ്ട്. അത് കൂടുതൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചാണ് നമ്മൾ ആ ക്ലാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ എക്സാമിനേഷൻ ചോദിച്ച പോയിൻ്റായിട്ട് തന്നെ നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ വിശാലമായി കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യും. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറും അതിനോടൊപ്പം മറ്റു പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വന്നതുകൊണ്ടാണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പോയിന്റുകളാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. NCDC ആക്ട് 1962 ആണെങ്കിൽ NCDC 1963-ലാണ്, മാർച്ച് 14-നാണ്. അത് NCDC ഈ ആക്ട് പാസ്സാക്കിയത് 62-ലാണെങ്കിലും നിങ്ങൾക്കറിയാം, ഒരാക്ട് പ്രാബല്യത്തിൽ വരണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള സ്ഥാപനം നിലവിൽ വരണമെങ്കിൽ ഗസറ്റ് വിജ്ഞാപനം ഉണ്ടാകണം. ആ ആക്ട് പ്രകാരം NCDC രൂപീകരിച്ചുകൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം 1963 മാർച്ച് 14-നായിരുന്നു എന്നുള്ളത് കൊണ്ട് അത് 13-ലും 14-ലും എന്ന് 2 വാദഗതികളുണ്ടെങ്കിലും കൂടുതലായിട്ട് 14-ലാണ് നമ്മുടെ പരീക്ഷകൾക്കൊക്കെ ചിലതിനൊക്കെ ആൻസർ വന്നിരിക്കുന്നത്. ഡേറ്റ് ഉൾപ്പെടെ ചോദിച്ചിട്ടുള്ളതിനകത്ത് അതാണ്ട് ഒരു പ്രാവശ്യം 13-ന് ശരി കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന്
14 ചോയ്സിൽ ഇല്ലായിരുന്നു. എങ്കിലും മാർച്ച് 14 എന്നുള്ളത് പഠിച്ചു വെക്കുക. കൂടാതെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന വർഷമാണ് 63. അതാണ് ഒരു പോയിന്റ്. പിന്നെ NCDC എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, അതൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഒരു കോർപ്പറേഷനാണ്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറയുന്നത് എന്താണ്? ഒരു നിയമപ്രകാരം രൂപീകൃതമാകുന്നതിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുന്നത്. ഇതൊരു പ്രത്യേക നിയമപ്രകാരം രൂപീകൃതമായ സ്ഥാപനമായതുകൊണ്ട് NCDC ഒരു സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനാണ്. അത് എൻ്റെ ആസ്ഥാനം എവിടാൻ ചോദിച്ചിട്ടുണ്ട്. അത് ന്യൂഡൽഹിയാണ്. നിങ്ങൾ പല ക്വസ്റ്റ്യനകത്തും കണ്ടിട്ടുണ്ടാകും. പിന്നെ ICDP എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആരുടെ പദ്ധതിയാണ്? നബാർഡിൻ്റെയാണ്, NDDB-യുടെയാണ്, NCDC-യുടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചോയ്സ് വന്നിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ICDP എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ആണ്. അത് NCDC-യുടെ ഒരു പദ്ധതിയായിരുന്നു. അതും നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊരു ICDP ആരുടെ പ്രോജക്റ്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് തിരിഞ്ഞും വരാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോജക്റ്റ് ഓഫ് NCDC? താഴെ പറയുന്നവയിൽ NCDC-യുടെ പ്രോജക്റ്റ് ഏതാണ്? ഓപ്പറേഷൻ ഫ്ലഡ്, ICDP, ഇങ്ങനെയുള്ള ചില ക്രെഡിറ്റ് കാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ചോയ്സ് വന്നിട്ടുണ്ട്. അപ്പം അത് തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചാലും നമ്മൾ ICDP ഈസ് എ പ്രോജക്റ്റ് ഓഫ് NCDC നമ്മൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് എങ്ങനെ ചോദിച്ചാലും നമുക്ക് ആൻസർ എഴുതാൻ പറ്റും. അതും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണ്. അടുത്തത് NCDC ഇൻട്രൊഡ്യൂസ് ചെയ്തത് അത് തന്നെയാണ്. ICDP ഇൻട്രൊഡ്യൂസ് ചെയ്തത് NCDC ആണ്. നമ്മുടെ ഇപ്പം ഈ ക്വസ്റ്റ്യൻ്റെ തന്നെ മറ്റൊരു രൂപത്തിൽ ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. ഇത് എന്നാണ് നടപ്പിലാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് 85-86 NCDC 62 ആക്ട് പ്രകാരം 63 രൂപീകരിച്ചതാണെങ്കിലും ഏതാണ്ട് 10-22 കൊല്ലങ്ങൾക്ക് ശേഷം രൂപീകരിച്ചൊരു പദ്ധതിയാണ് ഈ ICDP എന്ന് പറയുന്നത്. അത് ഓരോ ജില്ലാ ബേസിലായിരുന്നു. അത് ഓർക്കുക, ഇത് ഡിസ്ട്രിക്ട് ബേസിലാണ് നടപ്പിലാക്കുന്നത്. ഒരു NCDC ഒരു ICDP പ്രോജക്റ്റ് നടപ്പിലാക്കുന്ന ഏതെങ്കിലും ബ്ലോക്കിലോ ഏതെങ്കിലും പഞ്ചായത്തിലോ ഏതെങ്കിലും ഒരു സൊസൈറ്റിയിലോ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് മൊത്തമായിട്ടോ അല്ല. ഒരു ജില്ലയാണ് അവർ ആ പ്രോജക്റ്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ ഒരു ജില്ല എടുത്ത് അവിടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഏത് സംസ്ഥാനത്താണെങ്കിലും ഒരു ജില്ല മൊത്തമാണ്. ഒരു ജില്ലയിലുള്ള ആ ജില്ലയിലുള്ള സഹകരണ സംഘങ്ങളെയാണ് ജില്ലയിലുള്ള എല്ലാ സഹകരണ സംഘങ്ങളെയും ആവശ്യമനുസരിച്ചും അവരുടെ രീതി അനുസരിച്ചും സഹായിക്കുകയാണ്. അതൊരു ജില്ലയിൽ ഒരു താലൂക്ക് മാത്രം എടുത്ത് ആ താലൂക്കിലെ സംഘങ്ങളെയെല്ലാം സഹായിക്കുക അല്ല. അല്ലെങ്കിൽ ഒരു സംസ്ഥാനം മൊത്തം എടുത്ത് ആ സംസ്ഥാനത്തെ മൊത്തം സംഘങ്ങളെയും ഒറ്റ സ്റ്റെപ്പിൽ തന്നെ സഹായിക്കുകയല്ല. ജില്ലാ ബേസിൽ നടപ്പിലാക്കി അടുത്ത ജില്ലയിലേക്ക് പോകുന്നു, അടുത്ത ജില്ലയിലേക്ക് നടപ്പിലാക്കുന്നു, അങ്ങനെയാണ്. അപ്പോൾ അത് ഡിസ്ട്രിക്ട് ബേസ് ആണെന്ന് ഓർത്ത് വെക്കണം. അങ്ങനെ ഓർത്ത് വെക്കുമ്പോൾ മറ്റൊരു ചോദ്യം വന്നത്, അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് 1985-86 നടപ്പിലാക്കിയപ്പോൾ അത് ഏത് ജില്ലയിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് നടപ്പിലാക്കിയത് നദിയ ജില്ലയിലാണ്. ഈ നദിയ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. പശ്ചിമ ബംഗാളിലെ നദിയ എന്ന് പറയുന്ന ജില്ലയിലാണ് നടപ്പിലാക്കിയത്. അപ്പോൾ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ഒരു പോയിന്റ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു സെൻറ്റൻസിൻ്റെ ഒരു പരീക്ഷയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചാൽ അതിലെ ഡാഷിൻ്റെ ഭാഗം മാത്രം നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ട് കാര്യമില്ല. എന്തിനേറെ പറയുന്നു, ICDP ഏത് ലെവലിലാണ് നടപ്പിലാക്കുന്നതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ചിലപ്പം സ്വാഭാവികമായിട്ടും അന്ന് പഠിപ്പിച്ചപ്പോൾ ഇത് പഠിപ്പിച്ചെങ്കിലും നിങ്ങൾ ആ ഡിസ്ട്രിക്റ്റ് എന്നുള്ള ചിന്ത ഊന്നൽ കൊടുക്കാതെ ആയിരിക്കും പോകുന്നത്. അപ്പം ഇവിടെ നദിയ ഡിസ്ട്രിക്റ്റിലാണ് ആദ്യം നടപ്പിലാക്കിയത്, ഡിസ്ട്രിക്ട് ബേസിലാണ് നടപ്പിലാക്കിയത്. അപ്പം നമ്മൾ നദിയ എന്ന് കാണാൻ പഠിച്ചുകൊണ്ട് പോകുന്നു. നദിയ അത് നദിയ ഡിസ്ട്രിക്റ്റ് എന്നുണ്ട്, എങ്കിലും അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല. അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട്
ഇത് 85-86 പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നദിയ ഡിസ്ട്രിക്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. നദിയ എന്ന് ഇത് ഏത് ലെവലിലാണ് നടപ്പിലാക്കുന്നത് ചോദിച്ചിട്ടുള്ളത് ഡിസ്ട്രിക്ട് ലെവലിലാണെന്ന് ഓർക്കുക. അതാണ് ICDP ഇൻട്രൊഡ്യൂസ് ചെയ്ത് NCDC ആണ്, അത് ഒന്ന് ഓർക്കുക. ഇനി ഇത് കേരളത്തിൽ നടപ്പിലാക്കിയത് എന്നാണ് ചോദ്യമുണ്ട്. അത് 1987-88 ഏതാണ്ട് 85-86 പശ്ചിമ ബംഗാൾ നടപ്പിലാക്കി തുടങ്ങിയെങ്കിലും ഏതാണ്ട് 2 കൊല്ലം കൂടെ കഴിഞ്ഞാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത് വന്നത്. 2 കൊല്ലം കൂടെ കഴിഞ്ഞു. കാരണം ഈ സാമ്പത്തിക വർഷം വെച്ചാണ് ഇത് പറയുന്നത് കൊണ്ടാണ് 85-86. കാരണം ഒരു വർഷം ഏപ്രിൽ 1 ആരംഭിച്ച അടുത്ത മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷമായതുകൊണ്ടാണ് 2 വർഷം ഇതിനകത്ത് കടന്നു വരുന്നത്. 85-86 87-88 നമ്മുടെ അപ്പം 2 കൊല്ലത്തെ ഗ്യാപ്പുണ്ട്. 2 കൊല്ലത്തെ ഗ്യാപ്പ് അത് ഓർത്ത് വെക്കുക. 85-86 ഇവിടെ തുടക്കത്തിലെ 2, ഇവിടെയും തുടക്കത്തിൽ 2 കൊല്ലം കൂടുമല്ലോ. 87-88 നടപ്പിലാക്കിയത്. അത് നമ്മളെ ഒരു പോയിന്റും കൂടി ഇതിനകത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഇത് ഏത് പഞ്ചവത്സര പദ്ധതി ആയിരുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഏത് 5 ഇയർ പ്ലാനിലാണ് ഈ ICDP നടപ്പിലാക്കിയെന്നാണ് ചോദ്യം. അത് ICDP നടപ്പിലാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദ്യം നടപ്പിലാക്കിയതെന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ നടപ്പിലാക്കിയെന്നാണ് ചോദിക്കുമ്പോഴാണ് ഈ വർഷം പറയേണ്ടത്. ഇനി ICDP എന്ന് പറയുന്നത് ഒരു പദ്ധതി കാലത്താണ് നടപ്പിലാക്കിയത്. പദ്ധതി ഇവിടെ പഞ്ചവത്സര പദ്ധതിയും കൂടെ കണക്ട് ചെയ്താണ് നടപ്പിലാക്കിയത്. അതുകൊണ്ട് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പം അതിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നൊരു പോയിന്റ് ഉണ്ടെന്ന് നമുക്കറിയാം. അത് പ്രധാനമായിട്ടും 1951-56, 1956-61, 1961-66 ഇത് 1, 2, 3 5 ഇയർ പ്ലാൻ ആണെന്നറിയാം. പിന്നെ 1966 മുതൽ 69 വരെ 3 വർഷം ആനുവൽ പ്ലാൻ ആയിരുന്നു. അതുകൊണ്ട് അവിടെ 5 ഇയർ പ്ലാൻ ഇല്ല. വീണ്ടും 1969-74, 1974-79, 1900 ഒരു ഗ്യാപ്പുണ്ട് 80-85, 1985-90 ഇങ്ങനെയാണ് പിന്നെ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് 3-ൽ നിർത്തിയതായതുകൊണ്ട് ഇവിടെ 4-ൽ തുടങ്ങുന്നു, 5, ഇവിടെ 6, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. 1979-80 കാലഘട്ടത്തിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അന്ന് പദ്ധതി ഇല്ലാഞ്ഞത് കൊണ്ടാണ്. പിന്നെ 6-ാം പദ്ധതി 80-85, 7-ാം പദ്ധതി 85-90. ഇപ്പം നമുക്കറിയാം 85-86 ഇത് തുടങ്ങിയത് കൊണ്ട് ഇത് 7th 5 ഇയർ പ്ലാനിലാണ് ആരംഭിച്ചതെന്നൂടെ ഓർക്കുക. അപ്പം അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ആ പോയിന്റ് നമ്മളിനകത്ത് ഇട്ടില്ലായിരുന്നുകൊണ്ടാണ് അഡീഷണൽ അതിലൂടെ പറഞ്ഞത്, വിട്ടുപോയതാണ്. അപ്പം ഇത് കേരളത്തിലെ വയനാട് ജില്ലയിലാണ് നടപ്പിലാക്കിയത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നദിയായിലാണെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് വയനാടാണ്. 87-88 മറ്റേ 85-86 ഓർത്ത് വെച്ചിട്ട് 2 കൊല്ലം കൂടി കഴിഞ്ഞാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. യുവസഹകാർ എന്ന് പറഞ്ഞുകൊണ്ടൊരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ട്. അതൊരു ചോദ്യമാണ്. ഇനീഷ്യേറ്റീവ് പ്രോഗ്രാം ടു എൻകറേജ് യങ് എന്റർപ്രണേഴ്സ് ഇൻ കോപ്പറേറ്റീവ്സ് വാസ് സ്റ്റാർട്ടഡ് ബൈ NCDC. അപ്പം യുവസഹകാർ ആരുടെ പദ്ധതിയാണെന്നാണ് ചോദിക്കുന്നത്. അതിൽ വേണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോഴത്തെ രീതി അനുസരിച്ചുള്ളത് കൊണ്ട്. ഈ യുവസഹകാർ എന്തിനു വേണ്ടിയുള്ള പദ്ധതിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ NCDCയുടെ യുവാക്കളായിട്ടുള്ള സംരംഭകരെ, സഹകരണ മേഖലയിലെ യുവ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ്. യുവാക്കളായിട്ടുള്ള സംരംഭങ്ങൾ ആരംഭിക്കുന്ന, സഹകരണ മേഖലയിൽ ആരംഭിക്കുന്നവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി NCDC സാമ്പത്തിക സഹായം കൊടുത്തുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു പദ്ധതി കൊണ്ടുവന്നതാണ് യുവ സഹകാർ. അത് കേൾക്കുമ്പോൾ തന്നെ യുവാക്കളുടെ ഒരു പദ്ധതിയാണെന്നറിയാം. അതും യുവാക്കളുടെ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് യുവാക്കളുടെ എഡ്യൂക്കേഷൻ എന്നാകാം, യുവാക്കളുടെ മറ്റെന്തെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് അത് തരുന്നെങ്കിൽ അത് എഴുതരുത്. നമുക്ക് യങ്ങിൻ്റെ എൻ്റർപ്രണേഴ്സ് ഇൻ കോപ്പറേറ്റീവ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയാണ്. യങ്ങിൻ്റെ എഡ്യൂക്കേഷൻ
എൻകറേജ് ചെയ്യാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ ഈ പദ്ധതി എന്തിനു വേണ്ടിയാണെന്ന് ചോദിക്കാം. യുവ സഹകാർ. അപ്പോൾ അത് യങ് യുവ എന്ന് കാണുമ്പോൾ യങ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകും. അത് എഡ്യൂക്കേഷൻ ആകാം, എൻ്റർപ്രണേഴ്സ് ആകാം. അത് നോക്കിക്കൊണ്ട് ഇത് എൻ്റർപ്രണർ ആണെന്ന് ഓർക്കുക. ഇത് NCDCയുടെ ഒരു പദ്ധതിയാണ്. അപ്പം നേരത്തെ ഉള്ള പരീക്ഷകൾക്കൊക്കെ ചോദിച്ചിരുന്നതാണ്. ഇപ്പോഴും അതിൻ്റെ ആവർത്തനം പോലെ വരുന്നതാണ് ICDP ആരുടെ പദ്ധതിയാണെന്ന് ചോദിക്കുന്നത്. ഇനിയിപ്പം കാലം മാറുന്നതനുസരിച്ച് ഇപ്പം ഇതിന് പ്രാധാന്യം കൊടുക്കാം. യുവ സഹകാർ എന്നുള്ളതാണ് ഓർക്കേണ്ടത്. പിന്നെ NCDC നമ്മുടെ നേരത്തെ അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരൊറ്റ വകുപ്പായിരുന്നു കേന്ദ്രത്തിലുണ്ടായിരുന്നത്. കൃഷി സഹകരണ മന്ത്രാലയമായിരുന്നു. പുതിയതായിട്ട് സഹകരണ വകുപ്പ് രൂപീകരിച്ചു. അതോടുകൂടി ഇത് സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്, കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് ഇപ്പോൾ NCDC പ്രവർത്തിക്കുന്നത്. ഇപ്പം നമ്മുടെ സഹകരണ പ്രസ്ഥാനമൊക്കെ സഹകരണ വകുപ്പിൻ്റെ കീഴിലാണെന്ന് പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ ഈ NCDCയും സഹകരണ വകുപ്പിൻ്റെ കീഴിലാണ്, കേന്ദ്ര സഹകരണ വകുപ്പിൻ്റെ കീഴിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. നേരത്തെയൊക്കെ നമ്മൾ പഠിച്ചു വെക്കുന്നത് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ്റെ കീഴിലാണെന്നായിരുന്നു. അതിനിയും പാടില്ല. ഇനിയിപ്പോൾ അത് നമ്മുടെ കോർപ്പറേഷൻ്റെ തന്നെ കീഴിലാണെന്ന് ഓർത്ത് വെക്കുക. അടുത്ത സ്ഥിരമായി ചോദിക്കുന്നൊരു ചോദ്യമാണ് ജനറൽ കൗൺസിൽ. ഇതിൻ്റെ ജനറൽ കൗൺസിലിൽ എത്ര പേരുണ്ടെന്ന്? അത് 51 പേരാണ്. 51 പേരാണ് ജനറൽ കൗൺസിലുള്ളതെങ്കിൽ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിനകത്തിൽ 12 പേരുമാണ്. ഇത് രണ്ടും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. അപ്പം അത് ശ്രദ്ധിക്കേണ്ടത്. ജനറൽ കൗൺസിൽ ആണെങ്കിൽ 51, അത് നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്നതാണ്. ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് ആണെങ്കിൽ 12. ഇതൊന്നും നിങ്ങളെ കൂടുതലായിട്ട് പറയേണ്ട കാര്യമുള്ളതല്ല. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇതൊക്കെ പല കുറി ചോദിച്ചതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് പരിശോധിച്ച് പഠിച്ചിട്ടുള്ളവർക്കറിയാം. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. 51ഉം 12. നമുക്കറിയാം നിസ്സാരമായ ചില ചോദ്യങ്ങളായിരിക്കും ചിലപ്പോൾ വരുന്നത്. നമ്മൾ വലിയ രീതിയിലുള്ള യുവ സഹകാരും അതുപോലെ തന്നെ ICDPയും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പോവുകയായിരിക്കാം. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് നമുക്കറിയാം, സഹകരണ മേഖലയിലാണെങ്കിലും ചില സ്ഥാപനങ്ങളിലൊക്കെയാണ് ചീഫ് എക്സിക്യൂട്ടീവ്. അത് ഒരു പൊതുവായ പേരാണ് ചീഫ് എക്സിക്യൂട്ടീവ്. ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഒരു ജനറലായ പേരാണ്, ഒരു സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്. ആ ചീഫ് എക്സിക്യൂട്ടീവിനെ പല പേരിൽ അറിയപ്പെടും. ചിലടത്ത് മാനേജിങ് ഡയറക്ടർ, ചിലടത്ത് സെക്രട്ടറി, ചിലടത്ത് ജനറൽ മാനേജർ, ചിലടത്ത് മാനേജർ എന്ന പല പേരിലാണ്. എല്ലാം ആ സ്ഥാപനത്തിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിന് പല പേരിൽ അറിയപ്പെടാം. ചില സ്ഥാപനങ്ങളിൽ ചീഫ് എക്സിക്യൂട്ടീവിന് തന്നെ കിട്ടും. എന്നാൽ നമ്മുടെ NCDCയിലെ ചീഫ് എക്സിക്യൂട്ടീവിനെ അറിയപ്പെടുന്നത് MD എന്നാണ്. അതായത് മാനേജിങ് ഡയറക്ടർ. പിന്നെ ഇതിന് ഇപ്പോൾ 18 റീജിയണൽ ഓഫീസുകളുണ്ട്. റീജിയണൽ ഓഫീസ്, അതായത് ഇതിൻ്റെ NCDCയുടെ ബ്രാഞ്ചുകൾ എന്ന് വേണേൽ പറയാം. റീജിയണൽ ഓഫീസുണ്ട്, അത് 18 എണ്ണമാണുള്ളത്. റീജിയണൽ ഓഫീസ് എന്നാണ് എൻ്റെ പേര്. സ്റ്റേറ്റ് ഓഫീസുകൾ എന്നല്ല. ചില സംസ്ഥാനങ്ങളിൽ, ചെറിയ സംസ്ഥാനങ്ങളിൽ 2-3 സംസ്ഥാനങ്ങൾക്ക് ഒരു ഓഫീസ് ആയതുകൊണ്ട് ഇപ്പം ചില സഹകരണ മേഖല അത്ര ശക്തമല്ലാത്ത ചെറിയ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു റീജിയന് വേണ്ടി ഒരെണ്ണമുള്ളത് കൊണ്ട് ഇതിനെ റീജിയണൽ ഓഫീസുകൾ എന്നാണ് അറിയപ്പെടുന്നത്. ചിലത്ത് വലിയ സംസ്ഥാനത്ത് സഹകരണ പ്രസ്ഥാനം വിജയിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാനത്ത് ഒരെണ്ണം വെച്ചുണ്ടാകും. എങ്കിലും റീജിയണൽ ഓഫീസുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 18 എണ്ണമാണ്. അതിൽ കേരളത്തിലെ റീജിയണൽ ഓഫീസാണ്, അത് തിരുവനന്തപുരത്താണ്. അപ്പം ഇതിൻ്റെ അതാണ് മറ്റൊരു പോയിന്റ്. ഈ പങ്കജ് കുമാർ ബൻസാൽ, അത് ജസ്റ്റ് ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇട്ടെന്നുള്ളതേ ഉള്ളൂ. ഇപ്പോഴത്തെ MD ആണല്ലോ ഇതിൻ്റെ. അതങ്ങനെ ഇത് ചോദിച്ച ചോദ്യമല്ല, ഞാൻ അതിനകത്ത് ഒരു അഡീഷണൽ കൊടുത്തെന്നുള്ളതേ ഉള്ളൂ. MD ആണ് ഇതിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ്. ഇപ്പോഴത്തെ MD ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ
ഈ ചില പദ്ധതികൾ ചോദിച്ചിട്ട് ഇത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് നിങ്ങൾ കണ്ടതാണ്. ഈ NCDC കൊണ്ടുവന്ന ചില പദ്ധതികൾ, ഈ ICDP നമ്മൾ കണ്ടു, യുവ സഹകാർ കണ്ടു, അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് എടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റ്യനുമാണ് സഹകാർ പ്രാഗ്യ എന്ന് പറയുന്നത് ആളുടെ പദ്ധതിയാണ്, അത് NCDCയുടെയാണ്. അപ്പം അതുപോലെ തന്നെ ഇപ്പം ആയുഷ്മാൻ സഹകാർ, ഡിജിറ്റൽ സഹകാർ, യുവ സഹകാർ, സ്വയം ശക്തി സഹകാർ യോജന, പിന്നെ ഡയറി സഹകാർ, പിന്നെ ദീർഘാവധി കൃഷക് പുഞ്ചി സഹകാർ, സഹകാർ മിത്ര, സഹകാർ പ്രാഗ്യ ആർ റിലേറ്റഡ് ടു NCDC. അപ്പം അതെല്ലാം ഒന്ന് ചുമ്മാ അതൊന്ന് നോക്കി വെച്ചിരിക്കണം. ഓരോ ഡയറി മേഖലയുടെ വികസനത്തിന് വേണ്ടി, കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വികസനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഡിജിറ്റൽ മേഖലയുടെ വികസനത്തിന് വേണ്ടി, യുവാക്കളുടെ വികസനത്തിന് വേണ്ടി, അതുപോലെ തന്നെ ഈ മെഡിക്കൽ മേഖലയുടെ മെഡിക്കൽ ഹോസ്പിറ്റൽ കോപ്പറേറ്റീവ്സിൻ്റെ വികസനത്തിന് വേണ്ടി, SHG ലോൺ കൊടുക്കുന്ന അതുമായി ബന്ധപ്പെട്ട് അവരെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, ഇങ്ങനെ വിവിധ രീതികളിലുള്ള പദ്ധതികൾ NCDC കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിയും പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ യുവ സഹകാർ ചോദിച്ചിട്ടുണ്ട്, സഹകാർ പ്രാഗ്യ ചോദിച്ചിട്ടുണ്ട്, ICDP ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ച കൂട്ടത്തിൽ നമ്മളെ ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇനിയും ചോദിക്കാമല്ലോ എന്ന് കണ്ടുകൊണ്ട് നമ്മളെ അഡീഷണലി ചേർത്തിട്ടുള്ളതാണ്. അതോടെ ഒന്ന് നോക്കി വെക്കുക. വിശാലമായിട്ടൊന്ന് ഇത് ഒന്ന് വായിച്ച് വെച്ചിട്ടാൽ ഇതൊക്കെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് മൊത്തം കാണാൻ പഠിച്ചില്ലെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില വാക്കുകൾ കാണുമ്പോൾ തന്നെ NCDC ആണെന്ന് ഒന്ന് വായിച്ചിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് ഓർമ്മ നിൽക്കും. പിന്നെ കേന്ദ്ര സഹകരണ മന്ത്രിയാണ്, നേരത്തെ കേന്ദ്ര കൃഷി സഹകരണ മന്ത്രിയായിരുന്നു ഇതിൻ്റെ ഈ NCDCയുടെ പ്രസിഡന്റ് എങ്കിൽ, ഇപ്പോൾ സഹകരണ വകുപ്പിൻ്റെ കീഴിലായതുകൊണ്ട് കേന്ദ്ര സഹകരണ മന്ത്രിയാണ് അതിൻ്റെ ചെയർമാൻ. വൈസ് ചെയർമാൻ കേന്ദ്രത്തിൻ്റെ സഹകരണത്തിൻ്റെ സഹമന്ത്രിയുമാണ്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത് ഈ NCDCയുടെ ചെയർമാൻ അല്ലെങ്കിൽ പ്രസിഡന്റ് ആരും ചോദിച്ചാൽ ഇപ്പം നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് കിടക്കുന്ന ചോയ്സ് അഗ്രികൾച്ചർ ആൻഡ് കോർപ്പറേഷൻ എന്നുള്ള ആൻസറാണ്. അതിപ്പം നമ്മൾ പഠിക്കരുത്. ഇപ്പം അത് സഹകരണത്തിൻ്റെ കീഴിലായതുകൊണ്ട് സഹകരണ മന്ത്രിയാണ് അതിൻ്റെ ഈ പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ, അതുകൂടെ ഓർക്കുക. അപ്പം അതുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളിൽ നമ്മൾ NCDCയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം മിക്കവാറും ചോദിച്ച ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. വിചാരിച്ചുകൊണ്ട് ഇത് മാത്രമാണ്, വേറെ നമ്മൾ ഇനിയും NCDCയിലെ ക്വസ്റ്റ്യൻസ് കടന്നു വരും ഈ പഠിപ്പിച്ച് പോകുന്ന കാലഘട്ടത്തിൽ. അപ്പം നമുക്ക് അന്നേരവും NCDCയുമായി ബന്ധപ്പെട്ട് ചോദിച്ച ചില ക്വസ്റ്റ്യൻസുകൾ അഡീഷണൽ ആയിട്ടുള്ളതോടെ നമ്മൾ എടുക്കും. ഇപ്പം ഇത് തന്നെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഇത്രയും തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്തെന്നുള്ളതേ ഉള്ളൂ. എല്ലാം അങ്ങ് ചർച്ച ചെയ്യാനൊക്കുന്നില്ല. ഇപ്പം ഒരുവിധം ഇതിൽ വിട്ടുപോയിട്ടുള്ളത് നമ്മുടെ അടുത്ത NCDCയുടെ ക്വസ്റ്റ്യനകത്തിൽ വരും. എല്ലാം കൂടെ ചോദിച്ച NCDC എന്ന് പറയുന്ന ഒരുപാട് പ്രാവശ്യം. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരേ ക്വസ്റ്റ്യൻ തന്നെ പല കുറി ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഒറ്റ ക്വസ്റ്റ്യൻ ഒരു പോയിന്റായിട്ട് ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ 1964 63 NCDC ആരംഭിച്ചതെന്നുള്ളത് പല കുറി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യന് ഇതിനകത്ത് കൊടുക്കുമ്പോൾ പല കുറി അടിക്കാറില്ലല്ലോ, ഒരു പ്രാവശ്യമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ്. അപ്പം അതാണ് ഈ NCDCയുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇപ്പോൾ NCDCയുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരേ ഒരു ക്വസ്റ്റ്യനാണ് തുടങ്ങിയത്. ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. പറയാൻ ഉള്ളതിനെപ്പറ്റി ചോദിക്കേണ്ട, കാരണം നമ്മൾ ഇനിയും തുടങ്ങിയതേ ഉള്ളൊരു ക്വസ്റ്റ്യൻ. വീണ്ടും ഈ 26 തന്നെ പല ക്വസ്റ്റ്യൻസുകൾ വീണ്ടും നമ്മൾ പുറകോട്ട് ചർച്ച ചെയ്യാൻ പോവുകയാണ്. അപ്പോഴെല്ലാം നമ്മൾ ഇത് തന്നെ ചിലത് ആവർത്തിച്ച് വരുമ്പോൾ നമുക്ക് ഓർമ്മ വരികയും ചെയ്യും. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ആവർത്തിച്ച് വീണ്ടും കേൾക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺ ആക്കിക്കൊണ്ട് ചോദിക്കാം. സാറേ, NCDC മാർച്ച് 13 കേട്ടിട്ടുണ്ട്. അങ്ങനെ ഉണ്ട്. അതായത് ചില ബുക്കിലൊക്കെ മാർച്ച് 13 കിടപ്പുണ്ടെന്ന്, അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്നാൽ കൂടുതലും
14-നാണ് ചില പ്രാധാന്യം കൊടുക്കുന്നത്. ഒരു പ്രാവശ്യം കണ്ട് മാത്രമാണ് 13-ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് 13-ന്റെ ആൻസർ ശരിയാക്കിക്കൊണ്ട് വന്നത്. പക്ഷേ ഒരു പ്രാവശ്യം 14-ഉം വന്നു. അപ്പോൾ 2 വന്നിരിക്കുന്നത്. എന്നാൽ പിന്നീട് ഉള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ പിന്നെ കണ്ടുവന്നൊരു പ്രത്യേകത, ഈ കൺഫ്യൂഷൻ വന്നതുകൊണ്ടായിരിക്കാം NCDC-യുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം വർഷം മാത്രമാണ് ചോദിക്കുന്നത്. അതിനേക്കാളേറെ NCDC ചോദിക്കുമ്പോൾ വർഷം ചോദിക്കുക, കൂടുതലായിട്ട് ആക്ട് ചോദിക്കുന്ന ഒരു രീതിയും കിടപ്പുണ്ട്. അതുകൊണ്ട് 13 രണ്ടും കൂടെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ടില്ല. 14, 13 കൂടുതലും 14-ആണ് അംഗീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഓർക്കുക. എങ്കിലും ഏതെങ്കിലും പരീക്ഷയ്ക്ക് ഇനിയും 13 ഇട്ടിട്ട് വേറെ ചോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 13 എഴുതാനുള്ള ഒരു ഇത് കാണിക്കുക എന്നുള്ളതാണ്. കാരണം അത് NCDC-യുടെ ഈ ആക്റ്റിൽ അത് മാർച്ച് ഗസറ്റിൽ വന്നത് മാർച്ച് 13 കിടപ്പുമാണ് ചിലത്. മാർച്ച് 13-ആണ് ഗസറ്റിൽ വന്നത്. അപ്പം ഗസറ്റിൽ പറയുന്നുണ്ട്, ഗസറ്റിൽ വന്നത് മുതൽ ഇത് കെയിം ഇൻ ടു ഫോഴ്സ് എന്ന് നമ്മുടെ ആക്ടിൻ്റെ ഫസ്റ്റ് പേജിൻ്റെ അവസാനം ഒരു നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്നാൽ പൊതുവെ ഇതിൻ്റെ എല്ലാ ബുക്കുകളും അതുപോലെ തന്നെ ചില മറ്റ് നമ്മൾ റെക്കോർഡുകൾ പരിശോധിക്കുമ്പോൾ 14-ആണ്. പിന്നെ സാധാരണ കോർപ്പറേഷൻ പഠിപ്പിക്കുന്ന ബുക്കുകളിലൊന്നും തന്നെ ഈ ഡേറ്റ് ഇല്ലതാനും വർഷം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു കൺഫ്യൂഷനാണ്. വേറെ എന്തെങ്കിലും സംശയം? സാറേ, വൈസ് പ്രസിഡന്റ് ആണെന്ന് പറയോ? അത് നമ്മുടെ ജനറൽ കൗൺസിലിന്റെ അത് ഇപ്പം ഇതിൻ്റെ നേരത്തെ സഹകരണത്തിനൊരു ഏതു കേന്ദ്രത്തില് 2-3 മന്ത്രിമാരുണ്ട് ഒരു വകുപ്പിൽ തന്നെ. കേന്ദ്ര അത് സെൻട്രൽ ക്യാബിനറ്റ് മിനിസ്റ്ററുണ്ട്, അതുപോലെ തന്നെ സഹമന്ത്രിയുണ്ട്, ഡെപ്യൂട്ടി മന്ത്രിയുണ്ട്. സഹമന്ത്രിക്ക് പറയുന്ന വാക്ക് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് അഫയേഴ്സ് എന്നാണ്. അപ്പം ആ വാക്കാണ് ഉപയോഗിക്കുന്നത്. ഇപ്പം സഹകരണത്തിനും സെൻട്രൽ മിനിസ്റ്ററുണ്ട്, അത് ക്യാബിനറ്റ് മിനിസ്റ്ററുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സഹകരണത്തിനും മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ഫോർ സ്റ്റേറ്റ് അഫയേഴ്സ് ഉണ്ട്. അത് സഹമന്ത്രി എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്നതാണ്. അദ്ദേഹമാണ് വൈസ് പ്രസിഡന്റ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പം അത് സ്റ്റേറ്റ് എന്ന് കാണുമ്പോഴത്തേക്ക് ഏതെങ്കിലും സംസ്ഥാനത്തിലെ സഹകരണ മന്ത്രി എന്നല്ല, മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ ഫോർ സ്റ്റേറ്റ് അഫയേഴ്സ് എന്നാണ്. സെൻട്രൽ മിനിസ്റ്റർ, അത് എല്ലാം സെൻട്രൽ മിനിസ്റ്ററാണ്. ഇത് സെൻട്രൽ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷൻ എന്ന് പറയുന്ന ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. ഇത് സ്റ്റേറ്റ് അഫയേഴ്സ് പറയുന്നത് സഹമന്ത്രിയാണ്. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ അടുത്തിലേക്ക് പോകാം. ഓക്കെ. ന്യൂട്രിക്കോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഡാഷ്. അത് നിങ്ങൾ പല കുറി കേട്ടിട്ടുള്ളതാണ്. ഈ വെളിച്ചെണ്ണയായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് വിവിധ സഹകരണ സ്ഥാപനത്തിൻ്റെ വെളിച്ചെണ്ണകൾ. അത് വെർജിൻ കോക്കനട്ട് ഓയിലുമുണ്ട്, നാച്ചുറൽ കോക്കനട്ട് ഓയിലുമുണ്ട്. നാച്ചുറൽ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്നത് ഈ തേങ്ങ പൊതിച്ച് വെയിലത്ത് വെച്ച് ഉണക്കി കൊപ്രയാക്കി അത് അരിഞ്ഞ് അത് ആട്ടിയെടുക്കുന്നതാണ് നാച്ചുറൽ കോക്കനട്ട് ഓയിൽ. എന്നാൽ പച്ചത്തേങ്ങ തന്നെ ഡയറക്റ്റ് തേങ്ങ ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഉണക്കാതെ പച്ചത്തേങ്ങ അതിൽ നിന്ന് തേങ്ങാപ്പാൽ ആക്കിയെടുത്ത് മെഷീൻ ഉപയോഗിച്ച് തേങ്ങാപ്പാൽ ഉണ്ടാക്കി ആ തേങ്ങാപ്പാൽ കൊണ്ട് ഡയറക്റ്റ് ഉരുക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നതാണ് ഈ ഉരുക്ക് വെളിച്ചെണ്ണ അഥവാ വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പം അത് വിവിധ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് അത് വിൽക്കുന്നുമുണ്ട്. അതിന് സാധാരണ വെളിച്ചെണ്ണയേക്കാൾ ഉയർന്ന വിലയാണ്. കാരണം അത് യാതൊരു വിധമായ ഒരു
വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പൂപ്പലുകളോ അതൊന്നും ഇല്ലാതെ പച്ചത്തേങ്ങ പൊട്ടിച്ച് അതിൻ്റെ ഡയറക്റ്റ് എടുക്കുന്നതാണ് വെർജിൻ കന്യകത്വമുള്ള കോക്കനട്ട് ഓയിൽ എന്ന് തന്നെ അറിയപ്പെടുന്നത്. അത് വിവിധ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് മലയാളത്തിൽ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെ പറയുന്നതാണ്. അപ്പം അത് ന്യൂട്രിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഉരുക്ക് വെളിച്ചെണ്ണ നമ്മുടെ ഒരു സ്ഥാപനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് റബ്കോയാണ്. ഇത് ഈ കോക്കോനട്ട് ഈ ഒരു ഓസ്ട്രേലിയൻ കമ്പനിയുണ്ട്. ആ കമ്പനിയുടെ സഹായത്തോടു കൂടി അവരുടെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് പച്ചത്തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. പണ്ട് നാട്ടിലൊക്കെ വീടുകളിൽ ഇതുണ്ടാക്കുമായിരുന്നത് ഒരു തേങ്ങ പൊതിച്ച് അത് തേങ്ങ തിരുമി അതിൽ നിന്ന് കൈകൊണ്ട് തന്നെ പിഴിഞ്ഞ് പാല് പിഴിഞ്ഞെടുത്ത് ആ പാല് ചീനച്ചട്ടിക്കകത്തിൽ ഒഴിച്ച് വലിയ രൂപത്തിൽ ചൂടാക്കി അത് വെളിച്ചെണ്ണയാക്കി എടുക്കുന്ന നാടൻ വിദ്യയുടെ ആധുനിക മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തേങ്ങ ഇട്ട് കൊടുത്താൽ അതിൽ നിന്ന് തേങ്ങ പാല് അത് മെഷീൻ ഉപയോഗിച്ച് തന്നെ പാല് എടുത്തിട്ട് അത് തന്നെ ഉയർന്ന രീതിയിൽ ചൂടാക്കി മെഷീനിൽ തന്നെ ചൂടാക്കി വെളിച്ചെണ്ണയാക്കി എടുക്കുന്ന സാങ്കേതിക വിദ്യയാണിത്. അതാണ് ന്യൂട്രിക്കോ എന്ന് പറഞ്ഞ് റബ്കോ കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് ആണ് ന്യൂട്രിക്കോ എന്ന് പറഞ്ഞ വെളിച്ചെണ്ണ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇറക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് റബ്കോയുമായി ബന്ധപ്പെട്ട 1, 2, 3, 4 കാര്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചത്. റബ്കോയുടെ രൂപീകരിച്ച 1997 അത് നിങ്ങൾക്കറിയാം. കണ്ണൂരാണ് എൻ്റെ ആസ്ഥാനം. ഇതും പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. എന്നാൽ ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നത് അത് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ് എന്നാണ് റബ്കോയുടെ ഫുൾ ഫോം. അപ്പം അത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തിൽ ഈ റബ്കോ എന്ന് കേൾക്കുമ്പോഴൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇപ്പം നിങ്ങൾക്കൊക്കെ കുറച്ച് എത്രയോ ഈ കാര്യങ്ങളെപ്പറ്റി വായിച്ചും ക്ലാസ് കേട്ടുമൊക്കെ ഒരുവിധം നിങ്ങൾ ഈ മേഖലയെപ്പറ്റി ഒരുവിധം പഠിച്ചു വെച്ചിരിക്കുക ആയതുകൊണ്ട് നിങ്ങൾക്കറിയാം ഇതൊരു അപ്പെക്സ് സ്ഥാപനമല്ല, ഇതൊരു ഫെഡറൽ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അപ്പം റബ്കോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ലേമാനായാലും ഒരു സാധാരണ ഒരുവിധം ഒരു വലിയ രീതിയിൽ പഠിച്ച ഒരാൾ അല്ലെങ്കിൽ പോലും അല്ലാത്തൊരാൾക്ക് പെട്ടെന്ന് റബ്കോ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ റബ്ബർ മാർക്കിനേക്കാൾ വലിയ വില കൊടുക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. റബ്ബർ മാർക്കിൻ്റെ പേര് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് നമ്മൾ ഈ റബ്കോയെ പറ്റി പരസ്യത്തിലൂടെയും ടി വിയിലൂടെയും റേഡിയോയിലൂടെയും ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്നു. റബ്കോ അതിൻ്റെ ഒരു 100 അംശം പോലും നമ്മൾ റബ്ബർ മാർക്കിനെ പറ്റി കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ പറഞ്ഞ റബ്കോയാണ് അപ്പെക്സ് സ്ഥാപനം എന്ന രൂപത്തിൽ അത് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബ്ബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന രൂപത്തിൽ അതിൻ്റെ ഫുൾ ഫോം കൊടുത്തിരുന്നു. റബ്കോയുടെ ഫുൾ ഫോം. അപ്പം ഫെഡറേഷൻ അതായിരിക്കുമെന്ന് ധരിച്ചു. വളരെ ചുരുങ്ങിയൊരു ഫുൾ ഫോമാണ് ഈ വരുന്നത്. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്. അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ ആകാൻ റബ്കോയ്ക്ക് അങ്ങനെ ആകാൻ പറ്റുമോ എന്നുള്ള സംശയം നമുക്ക് തോന്നും. പക്ഷെ അത്രയേ ഉള്ളൂ. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡാണ് റബ്കോയുടെ ഫുൾ ഫോം. അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് ദ ഹെഡ്ക്വാർട്ടർ ഓഫ് കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡ്. അപ്പം റബ്കോ എന്ന് ചോദിച്ചില്ല. കേരള സ്റ്റേറ്റ് റബ്ബർ കോപ്പറേറ്റീവ്സ് ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? നമുക്ക് റബ്കോ അറിയാൻ കണ്ണൂരാണെന്ന് നിങ്ങൾ ചിലപ്പം കുറച്ചെങ്കിലും പഠിച്ചവർ കാണും. പക്ഷേ ഈ ചോദ്യം വന്നെ കണ്ണൂർ എഴുതുന്നതിനകത്ത് ഒരു പതിവില്ലാത്തൊരു ക്വസ്റ്റ്യൻ അല്ല. ഏതോ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ പറ്റി ചോദിച്ചിരിക്കുന്നു. നമ്മൾ സാധാരണ പരീക്ഷയ്ക്കൊക്കെ ഏതെങ്കിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ആസ്ഥാനം ഇടാൻ ചോദിക്കാറില്ല. വലിയ കുറച്ച് സ്ഥാപനങ്ങളുടെയൊക്കെ ആസ്ഥാനങ്ങളൊക്കെ അല്ല ചോദിക്കാറുള്ളൂ. ഇതെന്തൊരു ചോദ്യമായി പോയി എന്ന് ധരിച്ച് ഇരുന്നുണ്ട്. പക്ഷെ അതുകൂടെ ഓർക്കുക. അപ്പം ഒറ്റയടിക്ക് 2 ക്വസ്റ്റ്യൻ ആകും. റബ്കോയുടെ ആസ്ഥാനം എന്താ ഉള്ള ചോദ്യവുമായി റബ്കോയുടെ ഫുൾ ഫോം അറിയാമോ എന്നുള്ള ഒരു ചോദ്യം കൂടിയായി.
അപ്പോൾ അത് രണ്ടുകൂടെ കണക്ട് ചെയ്ത ചോദ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കുക. പിന്നെ റബ്വുഡ് ഫർണിച്ചർ, റബ്വുഡ് ആരുടെ ഉൽപ്പന്നമാണെന്ന് ചോദിച്ചിട്ടുണ്ട്. റബ്വുഡ് എന്ന് പറയുന്നത് ഫർണിച്ചർ ആണെന്നോട് ഓർക്കുക. റബ്വുഡ് അത് റബ്കോടെയാണ്. അവരുടെ റബ്ബർ തടിയിൽ നിന്നുണ്ടാക്കുന്ന ഫർണിച്ചറിൻ്റെ ഉൽപ്പന്നത്തിൻ്റെ പേരാണ് റബ്കോ റബ്വുഡ്. അത് റബ്കോ റബ്വുഡ് എന്നാണ് വരുന്നതെങ്കിലും അതിന് റബ്ബ് വുഡ് ഫർണിച്ചർ എന്നേ പരീക്ഷയ്ക്ക് ചോദിക്കത്തുള്ളൂ. അപ്പോൾ അത് റബ്കോടെ ആണെന്ന് ഓർത്ത് വെക്കുക. ലോങ് ഹുവാറ്റ് ഇൻ മലേഷ്യ ഇസ് റിലേറ്റഡ് ടു റബ്കോ. ലോങ് ഹുവാറ്റ് എന്ന് പറയുന്നത് മലേഷ്യയിലൊരു കമ്പനിയാണ്. നോൺ ഹുവാറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ കുറച്ച് വലിയൊരു വാക്കാണ്, നമ്മളതിൻ്റെ ചുരുക്കം പറയുന്നതേ ഉള്ളൂ. അത് റബ്കോയുമായി ബന്ധപ്പെട്ടൊരു കമ്പനിയാണ്. കാരണം റബ്കോ ഈ റബ്വുഡ്, അതായത് റബ്ബർ തടിയിൽ നിന്ന് ഫർണിച്ചർ ഉണ്ടാക്കാനുള്ള ടെക്നോളജി, അത് റബ്ബർ തടി എന്ന് പറയുന്നത് ഒരു ബലമുള്ളതല്ല, പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന തടിയാണ്. അതുകൊണ്ടത് ഫർണിച്ചർ ഉണ്ടാക്കാൻ ഒക്കുന്നതല്ല. എന്നാൽ വലിയ രീതിയിൽ റബ്ബർ കൃഷി ചെയ്യുന്ന മലേഷ്യയിൽ അവർ റബ്ബർ തടി പ്രോസസ്സ് ചെയ്ത് വലിയ രീതിയിൽ ഫർണിച്ചർ ഉണ്ടാക്കി വിൽക്കുന്നുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് പ്രോസസ്സിങ്ങിലൂടെയാണ്. അതിൻ്റെ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ചില പ്രത്യേക കെമിക്കൽ ഉപയോഗിച്ചുകൊണ്ട് പുഴുങ്ങിയെടുക്കുന്ന കഴിഞ്ഞാൽ പിന്നെ ആ തടി ഒരു കേടും വരത്തില്ല എന്ന് അവർ കണ്ടിട്ട് അവരങ്ങനെ ചെയ്തു. ഇതാണ് റബ്കോ അവിടെ പോയി ആ ടെക്നോളജി അവരിൽ നിന്ന് ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് അത് സ്വീകരിച്ച് നമ്മുടെ നാട്ടിലും റബ്ബർ തടി അത് പ്രോസസ് ചെയ്യുകയും ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ട് തന്നെ ആൾക്കാരെ കൊണ്ട് അത് ഫർണിച്ചറാക്കി മാറ്റുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ അതാണ് ലോങ് ഹുവാറ്റ്. പിന്നെ കോക്കോനട്ട് പ്രൈവറ്റ് ലിമിറ്റഡും റബ്കോയുമായി ബന്ധപ്പെട്ടതാണ്. ഇത് ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ. ഓസ്ട്രേലിയയിലെ ഒരു ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്ന സ്ഥാപനമാണ്. പച്ചത്തേങ്ങയിൽ നിന്ന് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന മെഷീനറി ഉണ്ടാക്കി എന്നൊരു സ്ഥാപനമാണ് കോക്കോനട്ട് പ്രൈവറ്റ് ലിമിറ്റഡ്. അവിടെ നിന്നാണ് നമ്മുടെ റബ്കോ മെഷീനറി വാങ്ങുന്നത്. അവരുടെ ടെക്നോളജിയും കൂടി ഉപയോഗിച്ച് അവരുടെയും കൂടെ കൊളാബറേഷനിലാണ് ന്യൂട്രിക്കോ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അതാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഇപ്പം നമ്മുടെ ചോദ്യം ന്യൂട്രിക്കോ ആയതുകൊണ്ട് ചില വെളിച്ചെണ്ണയുമായി ബന്ധപ്പെട്ട ചില ചോദ്യം കൂടെ നമ്മൾ അറിഞ്ഞു വെക്കണം. കേരജം എന്ന് പറഞ്ഞുകൊണ്ട് GEM, കേരജം. വേറൊന്നുണ്ട് കേരജം. അപ്പം ഇത് നമ്മൾ തിരിഞ്ഞു പോകരുത്. അപ്പം അത് ഈ കേരജം എന്ന് പറയുന്നത് മാർക്കറ്റ് ഫെഡിൻ്റെയാണ്, വെളിച്ചെണ്ണയാണ്. കേരജം കേരള സ്റ്റേറ്റ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. ഇതൊരു സംസ്ഥാന നാളികേര വികസന കോർപ്പറേഷൻ, സഹകരണമല്ല, കേരള സ്റ്റേറ്റ് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനാണ്. അത് അടിച്ചപ്പോൾ തെറ്റിപ്പോയതാണ്, തിരുത്തുക. അപ്പം അത് കേരജം, അത് അവരുടെ വെളിച്ചെണ്ണയാണ്. കേശാമൃതം എന്ന് പറയുന്ന കേരഫെഡിൻ്റെയാണ്. പിന്നെ കേരജം അത് മാർക്കറ്റ് ഫെഡിൻ്റെയാണ്. പിന്നെ കേര അക്മാർക്ക്, അപ്പം അത് ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് നിങ്ങൾക്കറിയാം. ഈ കേരഫെഡിൻ്റെ വെളിച്ചെണ്ണയുടെ പേര് കേര അക്മാർക്ക്, ഇങ്ങനെ രണ്ടും വന്നു. കേര എന്ന് പറഞ്ഞുകൊണ്ട് പ്രൈവറ്റുകാർ ഇറക്കുന്നുണ്ട്. മറ്റേ ഇത് കേരഫെഡ് കേര എന്നാണ് നമ്മുടെ കേര വെളിച്ചെണ്ണയുടെ. രണ്ടും കേര എന്നാണെങ്കിലും അത് കേരഫെഡ് കേര എന്നും മറ്റൊരു ആ കമ്പനിയുടെ പേരിട്ട് കേര എന്നും കൊണ്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പം കൂടാതെ കേര യഥാർത്ഥത്തിൽ കേരഫെഡിൻ്റെ തന്നെയാണ്. ഇത് കേര അക്മാർക്കും ചോദിക്കാൻ പാടില്ലായിരുന്നു. എങ്കിലും ചോയ്സിൽ കേരയും ഉണ്ടായിരുന്നു, കേര അക്മാർക്കും ഉണ്ടായിരുന്നു.
അങ്ങനെ ചോദിക്കാനുള്ള കാരണം ഈ കേരഫെഡിൻ്റെ വെളിച്ചെണ്ണയുടെ കേര എന്ന് എഴുതിയിട്ട് അതിനടിയിൽ അക്മാർക്ക് എന്നുണ്ട്. ഇത് ബ്രാൻഡ് നെയിം അല്ല, ഇത് ക്വാളിറ്റി ഉള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക്, കാർഷിക മേഖലയിൽ നിന്നുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ് നിശ്ചയിച്ച ചില ക്വാളിറ്റി ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി ഉള്ള സ്ഥാപനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി മാർക്കാണ് അക്മാർക്ക്. അപ്പം അത് കേരഫെഡിന് കിട്ടിയത് കൊണ്ട് കേരഫെഡ് എന്ത് ചെയ്യുന്നു, കേരഫെഡിൻ്റെ ഉൽപ്പന്നമായ കേര എന്ന ഉൽപ്പന്നത്തിൻ്റെ അടിയിൽ അവർ അക്മാർക്ക് എന്നുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അത് കണ്ടായിരിക്കാം കേര അക്മാർക്കാണ് ഇതിൻ്റെ യഥാർത്ഥ പേര് എന്ന് ധരിച്ചായിരിക്കാം അന്ന് ചോദ്യം ചോദിച്ച ആള് കുട്ടികളെ വന്ന് തൻ്റെ കഴിവൊന്ന് കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടിയാകാം. അത് തെറ്റായ ഒരു ചിന്തയായിപ്പോയി അദ്ദേഹത്തിന് ഉണ്ടായത്, ആരെങ്കിലും ഇട്ടത്. ചിലപ്പോൾ വീട്ടിലൊരു കേരയുടെ വെളിച്ചെണ്ണ വാങ്ങിച്ച് കാണുമായിരിക്കും, അത് കേരഫെഡിൻ്റെ ആണെന്ന് അറിഞ്ഞ് കാണുമായിരിക്കും. അങ്ങനെ നോക്കിയുടനെ കേര അക്മാർക്ക് എന്ന് കിടക്കുന്നു. ഇതൊരു നല്ല ക്വസ്റ്റ്യനാണ്, കേര എന്ന് വിടാം, കേര അക്മാർക്ക് എന്ന് വിടാം, പിള്ളേരെല്ലാം പഠിച്ചേക്കുന്ന കേരയായിരിക്കുമല്ലോ, അപ്പം നമുക്കിത് വെച്ച് പിടിക്കാം എന്ന് വിചാരിച്ചിട്ടതായിരിക്കാം. ശരിയാ, ഇതിപ്പോൾ ആൻസർ അന്ന് ഇതാ കൊടുത്തത്, അത് കേര അക്മാർക്ക്. പിന്നെ അങ്ങനെയൊന്നും വലുതായിട്ട് അത് കണ്ടിട്ടില്ല, അങ്ങനെ ചോദ്യങ്ങളൊന്നും ഈ അക്മാർക്കൂടെ ചേർത്തുള്ള ക്വസ്റ്റ്യൻസ് പിന്നെ വലുതായിട്ട് കണ്ടില്ല. ഒരു പ്രാവശ്യം അങ്ങനെ വന്നിരുന്നു, പിന്നെ എല്ലാം കേരഫെഡ് അതുമായി ബന്ധപ്പെട്ടതാണ് വരുന്നത്. അതുകൊണ്ടെങ്കിലും ഇതൊന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് പ്രത്യേകിച്ച് കേര അക്മാർക്ക് എന്നുള്ളത് പ്രത്യേകിച്ച് ഇട്ടത്. ഇത് യഥാർത്ഥത്തിൽ അത് ഇടാനേ പാടില്ലാത്തതാണ്, എന്നാൽ പരീക്ഷയ്ക്ക് ചോദിച്ചതായതുകൊണ്ട് നമ്മളങ്ങനെ ഇട്ടിരിക്കുന്നു. പിന്നെ കേരകാന്തി വെർജിൻ കോക്കനട്ട് ഓയിൽ, അത് വനിതാ ഫെഡിൻ്റെയാണ് കേരകാന്തി. അപ്പം ഇതൊക്കെയാണ് വെളിച്ചെണ്ണയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വെളിച്ചെണ്ണ ഉൽപ്പന്നങ്ങൾ, വിവിധ സഹകരണ സ്ഥാപനം ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ ഉൽപ്പന്നത്തെ പറ്റിയാണ് നമ്മളിപ്പോൾ ആകെ പഠിച്ചത്. ന്യൂട്രിക്കോ ഒരു വെളിച്ചെണ്ണ ഉൽപ്പന്നമാണ്, അതുമായി ബന്ധപ്പെട്ട് റബ്കോയിലെ ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഇട്ടു. വേറെ റബ്കോയുടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ടാകും, അന്നേരം നമ്മൾ കുറച്ചുകൂടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. ഏതായാലും ഇത് ഒരു ക്വസ്റ്റ്യനകത്തിൽ തന്നെ എല്ലാം കൂടെ ചർച്ച ചെയ്താൽ നമുക്കതൊരു ബോറായി പോകും. അതുകൊണ്ട് കുറച്ച് റബ്കോയെ പറ്റി പറഞ്ഞ്, പിന്നെ വെളിച്ചെണ്ണ ന്യൂട്രിക്കോയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ റബ്കോ അല്ലെങ്കിൽ പോലും വ്യത്യസ്ത സ്ഥാപനം ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയുടെ പേരും കൂടെ നമ്മളത് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്ത് വെക്കുക. ഇത്രയാണ് നമ്മുടെ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ക്വസ്റ്റ്യൻസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡൗട്ട് ഇല്ലാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അടുത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ സിലബസിൽ നമുക്കറിയാം 3-4 കമ്മിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. 4-5 കമ്മിറ്റിയുടെ, ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ക്രാഫി കാർഡ്, പിന്നെ കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 3-4-5 കമ്മിറ്റിക്ക് നമുക്ക് ഊന്നൽ കൊടുത്ത് നമ്മുടെ സിലബസിലുണ്ട്. അതുകൊണ്ട് അത് മാത്രമായിട്ടൊന്നും ക്രാഫി കാർഡ് അത് മാത്രമേ ഉള്ളൂ എന്നൊന്നും ധരിക്കരുത്. വേണമെങ്കിൽ കോർപ്പറേഷൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് നമ്മുടെ മറ്റ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന വേറെ ഭാഗങ്ങളിൽ, ഇപ്പം PACS പറ്റി പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് കേരള ബാങ്കിനെ പറ്റി പഠിക്കുമ്പോഴോ ഒക്കെ ചില ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ചില കമ്മിറ്റികളുണ്ട്. കൺസ്യൂമർ കോപ്പറേറ്റീവ്സിനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ തന്നെ ചില നടേശൻ കമ്മിറ്റിയെ പറ്റി പറയുന്നു. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സിനെ പറ്റി പഠിക്കുമ്പോൾ ജന്തപാല കമ്മിറ്റി പറയുന്നു. അതുകൊണ്ടൊന്നും ആ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് പഠിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ഔട്ട് ഓഫ് സിലബസ് എന്ന് പറയാനൊക്കത്തില്ല. എന്നാൽ കമ്മിറ്റിയെ പറ്റി വിശാലമായിട്ട് ഒരു കമ്മിറ്റിയെ എടുത്ത് തന്നെ ആ പഠിക്കുന്ന 5-6 എണ്ണവേ നമ്മുടെ സിലബസിലുള്ളൂ എങ്കിലും ബാക്കി കമ്മിറ്റികളുടെയൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പല കമ്മിറ്റികളും പല ഭാഗത്തും കടന്നു വരുന്നുണ്ട്. ആ കമ്മിറ്റികളും ചോദിക്കാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്. അതുകൊണ്ട് അങ്ങനെ കമ്മിറ്റി ചെയ്ത 6 എണ്ണം പഠിച്ചു, ഇനി എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റ് കമ്മിറ്റികളുടെയൊക്കെ ക്വസ്റ്റ്യൻ കാണുന്നു, അത് ചോദിക്കത്തേയില്ല, പഴയ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്നതാണെങ്കിലും അത് പഠിക്കുകയേ വേണ്ട, കാരണം അത് സിലബസിൽ ഇല്ലല്ലോ എന്ന് ധരിക്കരുത്. അതൊക്കെ മറ്റ് കോർപ്പറേഷൻ്റെ ഭാഗത്ത് കടന്നു വരുന്ന കമ്മിറ്റികളായതുകൊണ്ട് അതിനെ ഉൾക്കൊള്ളണം. ഇത് ഡയറക്റ്റ് നമ്മുടെ സിലബസിൽ തന്നെ ഉള്ളൊരു കമ്മിറ്റിയാണ്, ക്വസ്റ്റ്യനാണ്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ
ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് പല കുറി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അത് ഈ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നു. അത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി എന്നാണ്. ഇതിപ്പം ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എന്നാണ് മൊത്തം പേര്. അത് സർവേ കമ്മിറ്റി എന്നേ കൊടുത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഓക്കെ സർവേ ആണ്. പിന്നെ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ് ഇതിൻ്റെ ആൻസർ. അപ്പം ഇതാണ് ആൻസർ. അപ്പം നമുക്കറിയേണ്ടത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ഈസ് ദ റെക്കമെൻഡേഷൻ ഓഫ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പല കുറി സിലബസിൽ ഈ കമ്മിറ്റിയുടെ എടുത്തു പറയുന്നതിന് മുമ്പ് തന്നെ പല ക്വസ്റ്റ്യൻസുകളും ഇതിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഏതൊക്കെ നോക്കാം. ഫസ്റ്റ് അല്ലേ ദ ചെയർമാൻ എന്ന് ഓർക്കുക. മിസ്റ്റേക്ക്. ദ ചെയർമാൻ ഓഫ് റൂറൽ സോറി ഫസ്റ്റ് തന്നെയാണ് ഞാനത് കിട്ടും. അപ്പം നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം എന്തായിരുന്നു? റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ. അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടൊരു ഒരു ചോദ്യം ചോദിച്ചാണ് നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്നത്. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിക്കാൻ റെക്കമെൻഡ് ചെയ്തത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണെന്ന് കണ്ടു. അടുത്ത ചോദ്യം, ഈ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിച്ചു 69 രൂപീകരിച്ചതാണ്. ഈ കമ്മിറ്റി പറഞ്ഞ അനുസരിച്ച് രൂപീകരിച്ചു. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിച്ച് ഈ കമ്മിറ്റി പറഞ്ഞ അനുസരിച്ച് ആ രൂപീകരിച്ച ആ ഒരു കോർപ്പറേഷൻ ആണെന്ന് ആലോചിക്കണം. കോർപ്പറേഷന് ചെയർമാന്മാരുണ്ടാകും. ആ കോർപ്പറേഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരെന്നാ ചോദ്യം. വേറെ ചോദ്യം ചോദിച്ചിരുന്നത്. അപ്പം അതിൽ നമ്മൾ പലപ്പോഴും എഴുതാൻ ധൈര്യം കാണിക്കാത്ത ഒരു ആൻസർ ആയിരുന്നു അത്. കാരണം ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയുടെ ചെയർമാൻ വെങ്കടപ്പയാണ്. ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ് പറഞ്ഞത് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച് കാണുമായിരിക്കാം എന്ന് നമുക്ക് ധരിച്ചിട്ട് അതിൻ്റെ ചെയർമാൻ ആരും ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാമാന്യ യുക്തിയുള്ള ഒരാളെ വെങ്കടപ്പ എഴുതത്തില്ല. എന്താ കാര്യം? ആ സ്ഥാപനം രൂപീകരിക്കണമെന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നു വെങ്കടപ്പ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയാളൊരു വലിയ ആള് റെക്കമെൻഡ് ചെയ്തു. അതും പ്രകാരം സർക്കാർ ഒരു കോർപ്പറേഷൻ രൂപീകരിച്ചു. റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ, ഗ്രാമീണ മേഖലകളിൽ വൈദ്യുതി എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അങ്ങനെ കൃഷിയും ഒക്കെ വികസിപ്പിക്കാൻ വേണ്ടി ഗ്രാമീണ മേഖലകളിലും കൂടി അതിനുവേണ്ടി അതിന് മാത്രം ഊന്നൽ കൊടുക്കാൻ ഒരു കോർപ്പറേഷൻ രൂപീകരിക്കണം എന്ന് പറഞ്ഞു. ഇപ്പം പട്ടണ പ്രദേശങ്ങളിലേക്കുള്ള അവരുടെ ജോലി, ഈ കോർപ്പറേഷൻ്റെ ജോലി പരമാവധി ഗ്രാമീണ മേഖലകളിൽ ഇലക്ട്രിസിറ്റി എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കാൻ വേണ്ടിയാണ് ആ കോർപ്പറേഷൻ രൂപീകരിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചെയർമാൻ ആരായിരിക്കത്തില്ല, വെങ്കടപ്പ ആയിരിക്കത്തില്ല എന്ന് ധരിക്കും. പക്ഷേ ആൻസർ വെങ്കടപ്പയാണ്. വെങ്കടപ്പ ആളും മിടുക്കനാണ്. കാരണം നമുക്കറിയാം ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ സർവേ കമ്മിറ്റി ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതിലെ ഒരു കമ്മിറ്റിക്കാരനായിരുന്നു വെങ്കടപ്പ. ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, ആ സർവേ നടത്തിയതിലെ കമ്മിറ്റി ചെയർമാൻ, കമ്മിറ്റിയുടെ ആളാണ്. 51-54 അദ്ദേഹം തന്നെ ആ സർവേ നടത്തിയ കാര്യങ്ങളെപ്പറ്റി റിവ്യൂ ചെയ്യാൻ വേണ്ടിയും കൂടെ ആണ് ഈ കമ്മിറ്റി വെച്ചത്. സർവേയിൽ കണ്ടെത്തി നിർദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പിലാക്കിയപ്പോൾ അതിൽ എന്തുമാത്രം വിജയം ഉണ്ടായി എന്ന് റിവ്യൂ ചെയ്യുക, വിലയിരുത്തൽ നടത്താൻ വേണ്ടിയാണ് കമ്മിറ്റി വെച്ചപ്പോൾ അന്നത്തെ സർവേയിൽ ഉണ്ടായിരുന്ന കമ്മിറ്റിക്കാരനായിരുന്ന വെങ്കടപ്പയ്യനെ ചെയർമാനാക്കി. അപ്പോൾ പുള്ളിക്ക് ആ ജോലി 3 കൊല്ലം ചെയ്ത് കഴിഞ്ഞു. ശമ്പളമൊക്കെ പറ്റി ഇറങ്ങി ഇങ്ങനെ വെറുതെ ഇരുന്നുണ്ടെയാണ് അദ്ദേഹം പിന്നെ ഒരു 54 കഴിഞ്ഞാണ്ട് 66 10-12 കൊല്ലം കഴിഞ്ഞാണ് അദ്ദേഹത്തിന് വേറെ ജോലി കിട്ടി അതിൻ്റെ റിവ്യൂ ചെയ്യാൻ. അപ്പം അങ്ങനെ അദ്ദേഹം അതിൻ്റെ ചെയർമാനായി 66 നിങ്ങൾക്കറിയാം. ആ ചെയർമാനായി 3 കൊല്ലം അങ്ങനെ ശമ്പളം പറ്റിപ്പുള്ളി. അപ്പം പിന്നെ ഇനിയും വലിയ കമ്മിറ്റിയിലൊന്നും വെക്കാൻ ചാൻസ് ഇല്ല എന്നുകൊണ്ടായിരിക്കാം അദ്ദേഹം
ഒരു റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന് ആ കമ്മിറ്റിയിൽ നിർദ്ദേശിച്ചു. അതനുസരിച്ച് അദ്ദേഹത്തിന് നിർബന്ധപ്രകാരം രൂപീകരിക്കുകയും ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇനിയും അതിൻ്റെ ചെയർമാൻ സ്ഥാനം കിട്ടാമെങ്കിൽ പിന്നെയും കുറച്ചാൾ ശമ്പളം വാങ്ങിക്കാനായിരിക്കാം അതിൻ്റെ ചെയർമാനുമായി. അങ്ങനെ അക്കാര്യത്തിൽ മിടുക്കരായിരുന്നു പുള്ളി എന്നുള്ള കാര്യം, സ്വന്തം കാര്യം ജീവിക്കാൻ പഠിച്ച ആളായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ചെയർമാൻ ഓഫ് റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷനും ചെയർമാൻ ഓഫ് ആൾ ഇന്ത്യ റൂറൽ റിവ്യൂ കമ്മിറ്റി ഒരാൾ തന്നെയാണ്. ഈ റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയുടെ ചെയർമാനും റെക്കമെൻഡ് പ്രകാരം ഉണ്ടാക്കിയ സ്ഥാപനത്തിന്റെ ആദ്യത്തെ ചെയർമാനും വെങ്കിടപ്പൈ തന്നെയായിരുന്നു. അത് ഒന്ന് ഓർത്തു വെക്കുക. ഈ വെങ്കിടപ്പൈ നിർദ്ദേശിച്ച നമ്മുടെ ക്വസ്റ്റ്യൻ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ ആണ്. അത് രൂപീകരിച്ചത് 1969 ജൂലൈയിലാണ് ആ കോർപ്പറേഷൻ രൂപീകരിച്ചത്. അതിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി ആയിരുന്നു. അപ്പം വെങ്കിടപ്പൈ റിപ്പോർട്ട് വെച്ചത് 69ലാണ്. ആ 69ലെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ 69 ജൂലൈ 15 റൂറൽ ഇലക്ട്രിഫിക്കേഷൻ കോർപ്പറേഷൻ രൂപീകരിക്കുകയും ന്യൂഡൽഹി ആസ്ഥാനമാക്കുകയും അതിന് ആദ്യത്തെ ചെയർമാനായിട്ട് വെങ്കിടപ്പൈ ഇരിക്കുകയും ചെയ്തു. ഒരു കഥ, ഒരു ചരിത്രപാത. പിന്നെ നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം, ആൾ ഇന്ത്യ റൂറൽ കമ്മിറ്റി വാസ് അപ്പോയിന്റഡ് ബൈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ സിലബസിൽ ഉൾപ്പെട്ടിരിക്കുന്ന 4 കമ്മിറ്റിയോളം ഉണ്ട്. പ്രധാനപ്പെട്ടത് ആൾ ഇന്ത്യ റൂറൽ സർവേ കമ്മിറ്റി, ആൾ ഇന്ത്യ റൂറൽ റിവ്യൂ കമ്മിറ്റി, അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി, ട്രാഫിക് കാർഡ്. ഈ കമ്മിറ്റികളെ എല്ലാം നിയമിച്ചത് RBI ആണ്. അപ്പം അത് ഓർത്ത് വെക്കുക. അപ്പം ഇതിൻ്റെ രൂപീകരിച്ചത് 66ലാണ്, റിപ്പോർട്ട് 69ലാണ്. അത് റിപ്പോർട്ടാണ് ചോദിക്കുന്നതെങ്കിൽ 69ഉം വെറും കമ്മിറ്റി എന്ന് മാത്രമാണെങ്കിൽ 66 എഴുതുക. ഓക്കെ. പിന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചെണ്ണമാണ് SFDA ആണ് റെക്കമെൻഡേഷൻ, സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി. സ്മാൾ ഫാർമേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി അത് റെക്കമെൻഡ് ചെയ്തത് ചെറുകിട കർഷകരുടെ വികസനത്തിന് വേണ്ടി ഒരു ഏജൻസി, ഡെവലപ്മെൻറ്റ് ഏജൻസി രൂപീകരിക്കണമെന്ന് പറഞ്ഞത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. മറ്റൊന്നാണ് മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ്, അതാണ് MFAL. മാർജിനൽ പരിമിത കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ക്ഷേമത്തിന് വേണ്ടി ഒരു ഏജൻസി ഉണ്ടാക്കണം എന്ന് പറഞ്ഞതും അത് ഇങ്ങനെയാണ് ചോദിച്ചാലും MFAL എന്താന്ന് ചോദിച്ചാൽ ഇതാണ് മാർജിനൽ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസീസ് ആണ് MFALDA. അതാണ് MFAL, സ്മാൾ ഫാർമേഴ്സ് ആൻഡ് അഗ്രികൾച്ചറൽ ലേബറേഴ്സ് ഡെവലപ്മെൻറ്റ് ഏജൻസി. അത് ഓർത്തു വെക്കുക. ഇത് പലകുറി ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടും ആൾ ഇന്ത്യ റൂറൽ റിവ്യൂ കമ്മിറ്റിയാണ്. പിന്നെ അഗ്രികൾച്ചർ റീഫൈനാൻസ് കോർപ്പറേഷൻ വാസ് റെക്കമെൻഡഡ് ബൈ ആൾ ഇന്ത്യ റൂറൽ റിവ്യൂ കമ്മിറ്റി. മറ്റൊന്ന് അഗ്രികൾച്ചർ ക്രെഡിറ്റിന് വേണ്ടി കോർപ്പറേഷൻ രൂപീകരിക്കണമെന്ന് പറഞ്ഞു. മറ്റൊന്ന് മൾട്ടി ഏജൻസി അപ്രോച്ച്. പരിശീലിച്ച് ഇങ്ങനെ തന്നെ ചോദിച്ചേക്കുന്നത്. അതായത് നമ്മുടെ രാജ്യത്തെ കർഷകർക്കും ഒക്കെ ഏതെങ്കിലും ഒരു ഏജൻസി മാത്രം വായ്പ കൊടുക്കാനങ്ങ് ചുമതലപ്പെടുത്തി വെക്കരുത്. അങ്ങനെ വെച്ചാൽ പറ്റത്തില്ല. ഒരു ഏജൻസി എന്തെങ്കിലും പരാജയപ്പെട്ടാൽ വായ്പ പിന്നെ ഇല്ലാതാകും. അത് വേണ്ട. വിവിധ ഏജൻസികൾ വായ്പ നൽകുന്നതിനുള്ള സംവിധാനം ഒരുക്കണം. വിവിധ ഏജൻസി, ഏതെങ്കിലും ഒരാളെ മാത്രം നമ്പി മുന്നോട്ട് പോകാനൊക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ
മൾട്ടി ഏജൻസി അപ്രോച്ച് മാർ ഇതും റെക്കമെൻഡ് ചെയ്തത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റിയാണ്. അത് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻസ് ഒക്കെ ഇതിനകത്ത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. അതൊന്ന് ഓർക്കുക. അടുത്തത് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റിലേറ്റഡ് ടു ഡാഷ് പ്രിൻസിപ്പിൾ ഓഫ് കോർപ്പറേഷൻ. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈസ് റെക്കമെൻഡഡ് ബൈ ഡാഷ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ചോദിച്ചിരിക്കുന്നു ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഇത് കോ ഓപ്പറേഷൻ്റെ ഏത് പ്രിൻസിപ്പിളാണെന്ന് നമുക്കറിയാം. കാർവേ എന്ന് പറയുന്ന ആളുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1964 കാലഘട്ടത്തിൽ റീഫോർമേറ്റഡ് പ്രിൻസിപ്പിൾസ് രൂപീകരിക്കാൻ വേണ്ടി രൂപീകരിച്ച കമ്മിറ്റിയിൽ DG കാർവേ ചെയർമാനായ കമ്മിറ്റി പ്രിൻസിപ്പിളൊക്കെ ഒന്ന് പുനർക്രമീകരിച്ചതിൻ്റെ ഫലമായി കാർവേയുടെ തന്നെ ഒരു സംഭാവനയായിരുന്നു കോഓപ്പറേഷൻ അമംഗ് കോഓപ്പറേറ്റീവ്സ്. സഹകരണ സംഘങ്ങൾ തമ്മിൽ സഹകരണം ഉണ്ടാകണം. അതെങ്ങനെ? ഒരു സ്ഥലത്തുള്ള പ്രൈമറി സംഘങ്ങളെല്ലാം സഹകരിക്കണം. ഒരു മേഖലയിലുള്ള മിൽക്കും മാർക്കറ്റിങ്ങും കൺസ്യൂമറും ക്രെഡിറ്റും പ്രൈമറികളെല്ലാം കൂടി യോജിച്ച് പ്രവർത്തിക്കണം. കൂടാതെ ഓരോ ടൈപ്പ് സംഘത്തിൻ്റെയും ആ സംഘത്തിൻ്റെ സെൻട്രലിനും അപ്പെക്സുമായിട്ടും സഹകരിക്കണം. അപ്പോൾ ഇവിടെ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നേരത്തെയാണ് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുമായിട്ടും സഹകരിക്കണം. പ്രൈമറി കൺസ്യൂമർ സ്റ്റോർ ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോറുമായും ഡിസ്ട്രിക്ട് ഹോൾസെയിൽ സ്റ്റോർ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷനുമായിട്ടും യോജിക്കണം. അവരുടെ തന്നെ മുകളിലോട്ടുള്ള തട്ടുകളുമായിട്ട് അവർക്ക് ബന്ധം വേണം. കൂടാതെ പ്രൈമറിയിൽ പ്രവർത്തിക്കുന്ന വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സംഘങ്ങളും തമ്മിലും ഒരു ബന്ധം വേണം. അങ്ങനെ പ്രൈമറിയിൽ പ്രവർത്തിക്കുന്ന ഡയറിയും കൺസ്യൂമറും ക്രെഡിറ്റും മാർക്കറ്റിങ്ങും എല്ലാം തമ്മിലൊരു ഹൊറിസോണ്ടൽ ബന്ധം, ഒരേ ലെവലിലുള്ള സംഘങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം ഹൊറിസോണ്ടൽ. അതുപോലെ തന്നെ വെർട്ടിക്കൽ, ഒരുതരം സംഘത്തിൻ്റെ തന്നെ അതിൻ്റെ വിവിധ ടയറുമായിട്ടും ബന്ധം വേണം. അതാണ് വെർട്ടിക്കൽ ഇക്വിറ്റി അഥവാ കോർപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? സഹകരണ സംഘങ്ങൾ തമ്മിൽ സഹകരണം വേണം. അപ്പം ലിങ്ക് ചെയ്യാൻ പറഞ്ഞിരുന്ന ഒരു കമ്മിറ്റിക്കാർ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച റിവ്യൂ കമ്മിറ്റിയാണ്. സർവേ കമ്മിറ്റിയുടെ നിർദ്ദേശമായിരുന്നു ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ്. അത് ക്രെഡിറ്റ് സൊസൈറ്റികൾ നിർബന്ധമായിട്ടും മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായിട്ട് ഒരു ബന്ധം വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ക്രെഡിറ്റ് സൊസൈറ്റി ഡയറിയുമായിട്ടോ കൺസ്യൂമറായിട്ടോ ബന്ധം വേണ്ടെന്നല്ല, ഒരു പ്രത്യേക ബന്ധം ഉണ്ടാക്കണം എന്നാണ് നമ്മുടെ നിയമം തന്നെ, പ്രിൻസിപ്പിൾ തന്നെ. അപ്പം ആ പ്രിൻസിപ്പിൾ വന്ന് ഇത് 64 കാലഘട്ടത്തിലാണ്. അതിന് മുമ്പ് തന്നെ 1951 ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി രൂപീകരിക്കുന്നത്. റിപ്പോർട്ട് വന്ന് 54. അപ്പം അന്ന് കോഓപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ ഈ രണ്ട് സംഘങ്ങൾ തമ്മിലെങ്കിലും ബന്ധം വേണമെന്നുള്ളൊരു നിർദ്ദേശം ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി വെച്ചിരുന്നു. പിന്നെ 64 ആയപ്പോഴത്തേക്കും ലോകത്താകമാനം ഇങ്ങനെ എല്ലാ സംഘങ്ങളും തമ്മിൽ അങ്ങനെ പരസ്പരം ബന്ധം ഉണ്ടാകണമെന്നൊരു പ്രിൻസിപ്പിൾ വരുന്നു. അതിന് മുമ്പ് തന്നെ ഈ രണ്ട് സംഘങ്ങൾ തമ്മിൽ ബന്ധം വേണമെന്ന് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി പറഞ്ഞിരുന്നു. അപ്പം അതിൽ നമുക്ക് മനസ്സിലാക്കാം, ആ പറഞ്ഞിരിക്കുന്നത് സംഘം തമ്മിലുള്ളൊരു ബന്ധമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏത് പ്രിൻസിപ്പിളാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്നത് കോഓപ്പറേഷൻ അമംഗ് കോപ്പറേറ്റീവ്സ് ആണ്. ഇത് തമ്മിൽ യാതൊരു കണക്ഷനുമുള്ളതല്ല.
എന്നാൽ ഈ ഒരു വാക്ക് ആരുമായി ബന്ധപ്പെട്ടതാ? ഈ പ്രിൻസിപ്പിളിൻ്റെ കാലഘട്ടത്തിൽ ആ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയവർ പറഞ്ഞതല്ലേ ഈ ഇതുണ്ടാക്കാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻസിപ്പിൾ ഉണ്ടാകുമെന്ന് കണ്ടുകൊണ്ടുമല്ല. എങ്കിലും രണ്ട് ഘട്ടത്തിലായിട്ടാണ് രണ്ടും ഉണ്ടായതെങ്കിലും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇതാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അതാണ് ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ആർഡർ റെക്കമെൻഡേഷൻ ആണെന്നാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി എഴുതാം. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏത് പ്രിൻസിപ്പിളാണ്, അത് കൺസേൺഡ് കമ്മ്യൂണിറ്റി, ഇത് സാമാന്യ വ്യക്തിക്ക് ഏതൊരു ഉദ്യോഗാർത്ഥികൾക്കും എഴുതാവുന്നതാണ്. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് വാസ് റെക്കമെൻഡഡ് ബൈ, അതൊന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ഈ ചോദ്യം. അതിന് മറ്റൊരു രൂപത്തിലുള്ള ചോദ്യമാണെന്നുള്ളതേ ഉള്ളൂ. ഇത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. പിന്നെ ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്താണ് ഉണ്ടാക്കിയ ബാങ്ക് ഏതാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിച്ചത് ഏത് ബാങ്കിനെ നാഷണലൈസ് ചെയ്താണെന്ന് ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട്. അവിടെ അത് ബാങ്കിങ്ങിൻ്റെ ആണെങ്കിലും നമ്മുടെ മേഖലയും കോപ്പറേറ്റീവ് മേഖലയുമായിട്ടൊരു ബന്ധമുണ്ട്. കാരണം അത് ചെയ്യാൻ പറഞ്ഞത് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയാണ്. ഇമ്പീരിയൽ ബാങ്കിനെ നാഷണലൈസ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കണം എന്ന് പറഞ്ഞതിനേക്കാളേറെ ഇമ്പീരിയൽ ബാങ്കിനെ രൂപീകരിച്ച് ഒരു രാജ്യത്തിനൊരു ബാങ്ക് രൂപീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് രൂപീകരിച്ചത്. പിന്നെ സർക്കാരിൻ്റെ പങ്കാളിത്തം ഷെയറിൻ്റെ കാര്യത്തിൽ, അത് ഷെയറാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ കോപ്പറേറ്റീവ്സ് അത് എടുത്തു ചോദിക്കുകയാണെങ്കിൽ ഷെയർ പാർട്ടിസിപ്പേഷനാണ് ഇവിടെ പ്രധാനമായിട്ടും, മറ്റു പാർട്ടിസിപ്പേഷനല്ല, ഷെയർ പാർട്ടിസിപ്പേഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ കോപ്പറേറ്റീവ്സ് ത്രൂ ഷെയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, അത് ഈ കമ്മിറ്റി റെക്കമെൻഡേഷൻ. ഈ കമ്മിറ്റി രൂപീകരിച്ചത് പലകുറി ചോദിച്ചിട്ടുള്ളത് 51-ലാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ്. അത് രൂപീകരിച്ചത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ്. അതും ഓർത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ പോയിന്റിനകത്ത് കയറ്റിയിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ചെയർമാന് AD ഗോർവാലയാണ്. അത് നിങ്ങൾക്കറിയാൻ ചോദിച്ചിട്ടുണ്ട്. ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇതിനകത്ത് എത്ര മെമ്പർമാരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ചെയർമാൻ ഉൾപ്പെടെ നിങ്ങൾക്കറിയാം. AD ഗോർവാല, വെങ്കടപ്പൈ, NSR ശാസ്ത്രി, DR ഗാഡ്ഗിൽ, ഇങ്ങനെ 4 പേരാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. 4 പേരാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്, ഓർക്കുക. പിന്നെ ഒരു ചോദ്യത്തിന് നമ്മളെ ഇടാന്ന് വെച്ചാൽ ഇത് NSR ശാസ്ത്രി എന്ന് പറയുന്നത് അതിൻ്റെ സെക്രട്ടറിയും കൂടിയായിരുന്നു ആ കമ്മിറ്റിയുടെ. ഈസ് ദ മെമ്പർ സെക്രട്ടറി എന്ന് ചോദിച്ചാൽ, പിന്നെ ഇതിനകത്തിലെ ഓട് വൺ ഔട്ട് എന്ന് വേണ്ടി ചോദിക്കാറുണ്ട്, അതും ഓർക്കണം. AD ഗോർവാല, വെങ്കടപ്പൈ, അല്ല വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ മെമ്പർ ഓഫ് ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയും ചോദിച്ചിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുടെ മെമ്പർ അല്ലാത്തതാര്? അപ്പോൾ ഈ 4 കൂടാതെ ഒരെണ്ണം കൂടെ 3 ഇട്ടിട്ട് വേറൊരെണ്ണം കൂടി ഇടും. അപ്പോൾ അത് ശ്രദ്ധിച്ചോണം. അപ്പോൾ അതിന് പിന്നെ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി റിപ്പോർട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 54 എഴുതുക. കമ്മിറ്റിന്ന് ചോദിക്കുകയാണെങ്കിൽ 51 എഴുതുക. പിന്നെ ക്രോപ്പ് ലോണും ലാർജ് സൈസ് സൊസൈറ്റിയും രൂപീകരിക്കാൻ റെക്കമെൻഡ് ചെയ്തത് ഈ കമ്മിറ്റിയാണ്. മുമ്പ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഈ കമ്മിറ്റിയാണെന്ന് കണ്ടു കഴിഞ്ഞതാണ്. അപ്പം അത് വേറെ 1-2 കാര്യമുണ്ട്. അത് വേറെ ക്വസ്റ്റ്യനകത്ത് വരുന്നത് കൊണ്ട് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. ഇത്രയും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചില പരീക്ഷകൾക്ക് ചോദിച്ചത് മാത്രം ഈ ക്വസ്റ്റ്യനോടൊപ്പം ചേർത്തു. വേറെ പരീക്ഷയ്ക്ക് കുറച്ച് വേറെ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് വേറെ ക്വസ്റ്റ്യനായിട്ട് തന്നെ ഇവിടെ വരുന്നുള്ളത് കൊണ്ട് ആവർത്തിച്ച് ഒരുപാട് വരാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കിയിട്ടുണ്ട്. അത് നമ്മൾ വേറെ കാണും. അപ്പം എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചാണെന്ന് ഓർക്കണം. നമ്മൾ പറയുന്ന അവസരത്തിൽ ഇതൊക്കെ യുക്തിസഹമായി, ഇതൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും പഠിപ്പിക്കുമ്പോൾ, ഇപ്പം ലിങ്കിങ് ഓഫ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് പഠിപ്പിക്കുന്ന അവസരത്തിൽ നമുക്കറിയാം, പറയുന്നുണ്ട് എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റികളും തൊട്ടടുത്ത മാർക്കറ്റിംഗ് സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ലോൺ കൊടുക്കുമ്പോൾ മാർക്കറ്റിംഗ് സൊസൈറ്റിയെ അറിയിക്കണം. മാർക്കറ്റിംഗ് സൊസൈറ്റിയോട് പറയണം ഈ കാർഷിക ഉൽപ്പന്നം അവിടെ തന്നെ കൊണ്ട് വിൽക്കാനും കർഷകരോട് പറയും. ക്രെഡിറ്റ് സൊസൈറ്റി വിൽക്കുമ്പോൾ ഈ പൈസ എടുക്കണം. ഒരു ബന്ധം അത് നമ്മളെ അങ്ങനെ പറയുകയല്ലാതെ
ഇങ്ങനെ ലിങ്കിങ് ഓഫ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ്റെ ഏത് പ്രിൻസിപ്പിളാണെന്നൊന്നും പ്രത്യേകിച്ച് എങ്ങും പഠിക്കാനില്ല. അത് നമ്മുടെ യുക്തിയായിട്ട് പഠിച്ചെഴുതേണ്ടതാണ്. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്ന കെയ്പ്പിൻ്റെയാണ്, കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. ഇതിൻ്റെ നേരത്തെ മറ്റേ ആൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് തന്നു. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അഥവാ ഒരു ക്വസ്റ്റ്യൻ പഠിപ്പിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടന്ന് ഏതെങ്കിലും ചോദ്യം പിന്നീട് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പോലും അടുത്ത ഇതുമായി ബന്ധപ്പെട്ടുള്ളത് അടുത്ത ചോദ്യം ചോദിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് ചോദിച്ചാൽ, പഴയതിനെ പറ്റി ചോദിച്ചാലും പ്രശ്നമില്ല. പഠിപ്പിക്കാത്ത കാര്യത്തെപ്പറ്റി ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്, വീണ്ടും നിങ്ങൾക്ക് അതിൻ്റെ സംശയം തീർക്കാനൊക്കും. അപ്പം ഇത് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യണം. കെയ്പ്പ് വാസ് രജിസ്റ്റേർഡ് ആസ് പെർ ഡാഷ് ആക്ട്. കെയ്പ്പ് ഏത് ആക്ട് പ്രകാരമാണ്? നമുക്കറിയാം, ചുരുക്കിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ആൻസർ. അത് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്റ്റാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ആ ആക്ട്. ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് 1955 ആണ്. അതിൽ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ ഇവിടെ ആക്ട് കിടക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഇവിടെ പിന്നെ ആക്ട് പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഈ ആക്ട് പ്രകാരമാണ്, ട്രാവൻകൂർ കൊച്ചിൻ ആക്റ്റാണിത്, 1955 ഇത് പാസ്സാക്കിയത്. ഇതും പ്രകാരമാണ് കെയ്പ്പ് രൂപീകരിച്ചത്. അപ്പം അതുമായി ബന്ധപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിച്ച ചില ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ അടുത്തെടുക്കാൻ. കെയ്പ്പിൻ്റെ ഫുൾ ഫോം പ്രത്യേകിച്ച് ഓർക്കുക, കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ. കോപ്പറേറ്റീവ് അക്കാഡമി ഓഫ് പ്രൊഫഷണൽ എഡ്യൂക്കേഷനാണ്. അതൊരു സഹകരണ അക്കാഡമിയാണ്, പ്രൊഫഷണൽ എഡ്യൂക്കേഷന് വേണ്ടിയുള്ള ഒരു സഹകരണ അക്കാഡമിയാണ് കെയ്പ്പ്. ഇത് രൂപീകരിച്ചത് 1999 തിരുവനന്തപുരമാണ് ഹെഡ് ക്വാർട്ടർ. അതാണ് ഓർത്തിരിക്കേണ്ട പോയിന്റ്. 99 അത് സഹകരണ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതല്ല. അതാണ് നമ്മളെ അബദ്ധം പറ്റാൻ ചാൻസ് ഉള്ളത്. KCS ആക്ട് എഴുതി വെക്കരുതെന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഇത് കെയ്പ്പ് എന്ന് വെച്ചാൽ ഒരു നമ്മുടെ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ സ്ഥാപനമായതുകൊണ്ട് രജിസ്റ്റർ ചെയ്ത് KCS ആക്ടാണെന്ന് ധരിച്ചു പോകും. പഠിക്കാത്തൊരാളിന് യുക്തിസഹമായി എഴുതുമ്പോൾ, പഠിച്ചൊരാളിന് എഴുതും, പഠിക്കാത്തൊരാൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആ ഒരു തൻ്റേതായ യുക്തി ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതാൻ ശ്രമിക്കുമ്പോൾ ഒരിക്കലും ഇത് എഴുതത്തില്ല. ഇത് ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം എന്ന് എഴുതാൻ തോന്നത്തില്ല. പിന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷനും അല്ലെന്നറിയാം. പിന്നെ ഈ കെയ്പ്പെന്നേ വന്നിട്ടേ ഉള്ളൂ. സിയിൽ ആരംഭിക്കുന്ന വാക്ക അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ. അറിയാൻ വയ്യാത്തൊരു ക്വസ്റ്റ്യൻ സ്വമേധയാ യുക്തിയായിട്ട് നിങ്ങൾക്ക് തന്നെ എത്രയോ ക്വസ്റ്റ്യൻസ് അറിയാൻ വയ്യാത്ത ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ സ്വമേധയാ യുക്തി അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുന്ന അവസരത്തിൽ നിങ്ങൾക്കറിയാം, അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതറിയാൻ വയ്യാത്ത ആളിനെ പറ്റി ആണെങ്കിൽ, ഇത് പഠിക്കാത്തൊരു കാലഘട്ടത്തിലാണ് നിങ്ങൾ പോയതെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് സ്വമേധയാ ചിന്തിക്കാൻ പറ്റുന്നൊരു ആൻസർ KCS ആക്ട് ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു ചിന്താഗതി പോകരുത്. എപ്പോഴും ചിലപ്പം ഉപരിപ്ലവമായ ചില ചിന്തകളിലൂടെ ആൻസറിലെത്തുക എന്ന് പറയുന്നത് ശരിയാകത്തില്ല എന്ന് ഓർക്കുക. അപ്പം ഇത് കെയ്പ്പിൻ്റെ 99 തിരുവനന്തപുരമാണ് ആസ്ഥാനം. അതാണ് ട്രാവൻകൂർ കൊച്ചിൻ ലിറ്റററി സയൻറ്റിഫിക് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ് ഇൻ 1955. ഇത് പണ്ടത്തെ ആക്റ്റാണ്. അതിപ്പോഴും നിലനിൽപ്പുണ്ട്. തിരുക്കൊച്ചി സംസ്ഥാനം ഉള്ള കാലഘട്ടത്തിൽ പാസ്സാക്കിയ ഒരു നിയമമാണ്. നമുക്കറിയാം 1949 തിരുക്കൊച്ചി രൂപീകരിച്ച കാലഘട്ടത്തിൽ രൂപീകരിച്ചതാണ്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷവും ഈ ആക്ട് കളയുകയോ പുതുക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് പണ്ടത്തെ പേരിൽ തന്നെ ഈ ആക്ട് അറിയപ്പെടുന്നു. ഈ കെയ്പ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എപ്പോഴും എക്സ് ഒഫീഷ്യോ ചെയർമാൻ, കെയ്പ്പിൻ്റെ ചെയർമാൻ അത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. അപ്പം അത് പരീക്ഷയ്ക്ക് ഒരു പ്രാവശ്യം ചോദിച്ചത് അന്നത്തെ മുഖ്യമന്ത്രിയുടെ പേര് തന്നെയാണ് ചോദിച്ചിരുന്നത്. ബ്രാക്കറ്റ് വന്നത്
സഹകരണ മന്ത്രിയുടെ പേരും ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രിയുടെ പേരും ഉണ്ടായിരുന്നു. അപ്പം അത് അന്നത്തെ അതാത് സമയത്ത് ആരാണോ മുഖ്യമന്ത്രി ആ ആളിൻ്റെ പേരായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഇത് ജനറലായിട്ടുള്ളൊരു ആൻസറാണ് ചീഫ് മിനിസ്റ്റർ എന്നുള്ളത്. അത് സാധാരണ ചോദ്യം. പക്ഷേ ഒരു ജനറൽ നോളജിലൂടെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ചോദ്യമാണ്. ആ അന്നത്തെ സമയത്തെ മുഖ്യമന്ത്രിയുടെ പേര് തന്നെ, സഹകരണ മന്ത്രിയുടെ പേരും മുഖ്യമന്ത്രിയുടെ പേരും അങ്ങനെ 2-3 പേരിട്ട് ഉള്ള ചോദ്യങ്ങൾ വരും. അത് ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ അന്നത്തെ അതാത് കാലഘട്ടത്തിലെ ചീഫ് മിനിസ്റ്റർ എഴുതുക. നമ്മൾ ജനറലായിട്ട് കെയ്പിൻ്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് വെച്ചാൽ ചെയർമാൻ തന്നെയാണ് അദ്ദേഹം. ഒരു ഉദ്യോഗസ്ഥ വിഭാഗത്തിൽപ്പെട്ട ആളല്ല അദ്ദേഹം, ഒരു ഭരണസമിതി അംഗമല്ല. എന്നാൽ അതിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നു എന്നുള്ളതാണ് ഈ എക്സ് ഒഫീഷ്യോ പറയാൻ കാരണം. എലക്ട് ചെയ്യപ്പെട്ടൊരു കമ്മിറ്റിക്കാരിൽ നിന്ന് എടുത്ത ചെയർമാൻ അല്ല എന്നുള്ളതാണ്. എന്നാൽ എക്സ് ഒഫീഷ്യോ വൈസ് ചെയർമാൻ എപ്പോഴും, അതും കൂടാതെ ചെയർമാൻ ഓഫ് ബോർഡ് ഓഫ് ഗവേണേഴ്സ്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ഇപ്പം കെയ്പിന് അതിനൊരു ജനറൽ കൗൺസിലുണ്ട്. അതിൻ്റെ ചെയർമാൻ എല്ലാവരും കൂടെ, അതിൻ്റെ പ്രധാനപ്പെട്ട അതിൻ്റെ അംഗങ്ങളെല്ലാവരുടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന യോഗത്തിൻ്റെ ചെയർമാൻ ചീഫ് മിനിസ്റ്ററാണ്. ആ യോഗത്തിലെ വൈസ് ചെയർമാൻ, അതിൻ്റെ വൈസ് ചെയർമാൻ മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷനാണ്. ഇതിൻ്റെ ഒരു ബോർഡ് ഓഫ് മാനേജ്മെൻ്റ് ഉണ്ട് കെയ്പിന്. അതിൻ്റെ ചെയർമാൻ മിനിസ്റ്റർ ഓഫ് കോഓപ്പറേഷനാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ടത്, ഇത് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടൊരു കാര്യം, ചെയർമാനെ ചോദിക്കുമ്പോൾ കെയ്പിൻ്റെ ജനറൽ ആയിട്ടുള്ള ചെയർമാനാണോ, പ്രത്യേകിച്ച് കെയ്പിൻ്റെ ചെയർമാനും ചോദിച്ചാലും ആൻസർ ചീഫ് മിനിസ്റ്ററാണ്. ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ കെയ്പിൻ്റെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ചെയർമാൻ, അത് ചോദിച്ചാൽ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എഴുതണം. ചെയർമാൻ എന്ന് കാണുമ്പോൾ തന്നെ ചീഫ് മിനിസ്റ്റർ എഴുതി വെച്ച് അബദ്ധത്തിൽ ചാടരുത്. അപ്പം ഇവിടെ നമ്മൾ പഠിക്കുന്നത് ട്രാവൻകൂർ കൊച്ചി എക്സ് ഒഫീഷ്യോ ചെയർമാൻ എന്ന് മാത്രമാകെ ഇപ്പം ചോദിക്കുമ്പോൾ ചീഫ് മിനിസ്റ്റർ എഴുതണം. എന്നാൽ എക്സ് ഒഫീഷ്യോ വൈസ് ചെയർമാൻ ചോദിച്ചാലും നമ്മുടെ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ എഴുതണം. ചെയർമാൻ ഓഫ് ബോർഡ് ഓഫ് ഗവേണേഴ്സ്. അപ്പം കെയ്പ് എന്ന് പറയുന്ന വിവിധങ്ങളായിട്ടുള്ള സഹകരണ സംഘങ്ങളുടെയൊക്കെ ഷെയറുമൊക്കെ വാങ്ങിച്ചൊക്കെ വിവിധ സ്ഥാപനങ്ങളുടെ ഷെയർ വാങ്ങിച്ചിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അതിൻ്റെ എല്ലാ സ്ഥാപനങ്ങളുടെയും കൂടെ അംഗങ്ങളെ, ഷെയർ ഹോൾഡേഴ്സിനെ കൂട്ടി ഒരു യോഗം വിളിക്കുമ്പോൾ അതിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്നത് ചീഫ് മിനിസ്റ്റർ ആയിരിക്കും. എന്നാൽ ഈ ഇതിൽ നിന്ന് ഒരു ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് എടുക്കും അതിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി. അതിൽ ആൾക്കാരുടെ എണ്ണം കുറവാണ്. അതിൻ്റെ ചെയർമാൻ മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ, അതിന് വൈസ് ചെയർമാൻ ഇല്ല. എന്നാൽ ജനറലായിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട ഈ കെയ്പിന് ചെയർമാനും ഉണ്ട്, വൈസ് ചെയർമാനും ഉണ്ട്. ബോർഡ് ഓഫ് ഗവേണൻസിന് ചെയർമാനേ ഉള്ളൂ. അപ്പം സഹകരണ മന്ത്രിക്ക് 2 റോളാണ്. കെയ്പിൻ്റെ വൈസ് ചെയർമാനും കെയ്പിൻ്റെ ബോർഡ് ഓഫ് ഗവേണൻസിൻ്റെ ചെയർമാനുമാണ്. അത് തിരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. കെയ്പിന് 9 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഇപ്പം ഏറ്റവും അവസാനം തിരുവനന്തപുരം മുട്ടത്തറയിലാണ് ഒരെണ്ണം ആരംഭിച്ചത്. ആദ്യത്തേത് വടകരയിലാണ്, കോഴിക്കോട് ജില്ലയിലെ വടകരയിലാണ് ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ്. ഏറ്റവും അവസാനത്തേത് തിരുവനന്തപുരത്ത് മുട്ടത്തറയിലാണ്. ആകെ 9 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്. ഒരു മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അത് MBA കോളേജാണ്, അത് പുന്നപ്രയാണ്. ഒരു ഫിനിഷിംഗ് സ്കൂളുണ്ട്, അതായത് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടി എഞ്ചിനീയറിംഗ് മേഖലയിലൊക്കെ പഠിച്ചിട്ട് ട്രെയിനിങ്, അതായത് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കോളേജുണ്ട്, അതും നമ്മുടെ പുന്നപ്രയാണ്. പിന്നെ ഒരു ഹോസ്പിറ്റലുണ്ട്, അതും പുന്നപ്രയാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചതല്ല, ഞാൻ കണക്ട് ചെയ്ത് പറയുന്നുണ്ടതേ ഉള്ളൂ, ചോദിക്കുന്ന. എന്നാൽ ഒരു ചോദ്യം വന്നിരുന്നു, ഈ പുന്നപ്രയിലുള്ള ഹോസ്പിറ്റലിൻ്റെ പേരാണ് സാഗര.
അത് ചോദിച്ചതാണ്. കാരണം സാഗരം എന്ന് പറയുന്നത് നമ്മുടെ സമുദ്രത്തിനെയാണ് സാഗരം എന്ന് പറയാറുണ്ട്. ഇത് അറബിക്കടലിനോട് ചേർന്നാണ്. പുന്നപ്ര എന്ന് പറയുന്ന സ്ഥലം തന്നെ അറബിക്കടലിൻ്റെ തീരത്തുള്ള സ്ഥലമാണ്. അവിടെയാണിത് ഈ ഹോസ്പിറ്റൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സാഗര എന്ന് പറയുന്ന പേരിട്ടിരിക്കുന്നത്. സാഗര ഹോസ്പിറ്റൽ പുന്നപ്രയിലെ ആലപ്പുഴയാണ് ജില്ലയാണ്, അത് സാഗരയാണ്. ഇപ്പം അത് ഇതുപോലെ തന്നെ ഇപ്പം ഈ കെയ്പ്പിൻ്റെ എഞ്ചിനീയറിംഗ് കോളേജ് 9 എണ്ണത്തിൽ ഒരെണ്ണം പുന്നപ്രയിലുണ്ട്. ഈ MBA കോളേജ് കൂടാതെ അത് പുന്നപ്ര കെയ്പ്പ് എഞ്ചിനീയറിംഗ് കോളേജ് അത് പുന്നപ്ര എന്നുള്ളത് പുന്നപ്ര തന്നെ വേറെ ഒരു പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അത് കൺഫ്യൂഷൻ ആകുന്നു എന്നുള്ള ഒരു രീതി വന്നപ്പോൾ ഈ കോളേജ് ചേരാൻ വരുന്നവർ അവിടെ പോകുന്നു, അങ്ങനെ വന്നുകൊണ്ട് ഇപ്പോൾ അത് കെയ്പ്പ് എഞ്ചിനീയറിംഗ് കോളേജ് ആലപ്പുഴ എന്ന് മാറ്റിയിട്ടുണ്ട്. എങ്കിലും പുന്നപ്ര തന്നെയാണ്, ആലപ്പുഴ ജില്ലയിലെ ഒരു സ്ഥലമാണ് പുന്നപ്ര. അപ്പോൾ പുന്നപ്ര എന്നുള്ള ആ വാക്ക് ഒഴിവാക്കി ആലപ്പുഴ എന്നാക്കിയിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അതൊന്നും ഇവിടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നില്ല, ഞാൻ സൂചിപ്പിക്കുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സാഗര ഓർക്കണം. പിന്നെ ഒരു ഫിനിഷിംഗ് കോളേജ് എന്ന് പറയുന്നത് ട്രെയിനിങ് നമ്മളെ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതാണ്. നമ്മളെവിടെയും ചെല്ലുമ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടെന്നില്ലേ ചോദിക്കുന്നത്, അതിനുള്ളൊരു കോളേജാണ്. അതിനെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് എന്നാണ്, കിംബ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കിംബ് അതാണ് പുന്നപ്ര പ്രവർത്തിക്കുന്നത്. അതാണ് ഈ ഫിനിഷിംഗ് കോളേജ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ പേരാണ് കിംബ്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ്. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പഠിച്ചു വെക്കണം, കിംബ്. ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്. കിംബ് ഈസ് അതർവൈസ് നോൺ ആസ് സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ്. ഇത് ഓർത്ത് വെക്കണം, SKDC. അതിനി പരീക്ഷയ്ക്ക് ചോദിക്കാമെന്നുള്ളത് കൊണ്ട് കിംബ് ചോദിച്ചിട്ടുണ്ട്. ഇനി ചിലപ്പോൾ അതിനൊരു പുതുമ വന്നപ്പോൾ സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്, SKDC എന്നാണ്. അത് ഒന്ന് ഓർത്ത് വെക്കുക. അപ്പം ഇനി ഇത് ഞാൻ പറഞ്ഞെന്നുള്ളതിൽ വടകരയിൽ ആദ്യത്തേതാണ്, ഇപ്പോൾ ഏറ്റവും അവസാനത്തത് മുട്ടത്രയാണ് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഇത് കിംബ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മേക്കിംഗ് ദ ബെസ്റ്റ് ആഡ് ചെയ്യാൻ ചോദിക്കാം, അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാം. ഇപ്പം അത് മാറ്റി പുതിയ പേരിലാണ് അറിയപ്പെടുന്നത്, SKDC എന്നാണ്, സ്കിൽ ആൻഡ് നോളജ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ എന്നാണ്. ഇനി പുതിയ പരീക്ഷകൾക്കൊക്കെ അങ്ങനെ കയറി വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് മാത്രം ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ വലുതായിട്ട് ചോദിച്ചിട്ടില്ല. ഇത് വരാനുള്ള സമയം വരുന്നേ ഉള്ളൂ, അത് ഓർത്ത് വെക്കുക. എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. എല്ലാവർക്കും മൈക്ക് ഓണാക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മൈക്ക് ഓൺ ആക്കാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് ഇവിടെ. അപ്പം നിങ്ങൾ അതുവരെ മൈക്ക് ഓൺ ആക്കാനുള്ള അവസരം നിങ്ങൾക്ക് നിഷേധിക്കുന്നുണ്ട്. കാരണം ഈ ക്ലാസ്സിന് ഒരു അസ്വസ്ഥത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. അപ്പം പിന്നീട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓണാക്കാനുള്ള അവസരം ഇവിടെ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ നിങ്ങൾക്ക് ഒന്നും ഇല്ല, ഒന്നും പറയാനില്ല, ചോദിക്കാനില്ല എന്ന് എനിക്ക് ബോധ്യം വരുമ്പോൾ ഞാൻ ഓക്കെ എന്ന് പറയുമ്പോൾ വീണ്ടും നിങ്ങൾക്ക് പറയാനുള്ള അവസരം ഇവിടെ തന്നെ ഒഴിവാക്കും. വീണ്ടും സംശയം ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ സംശയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓണാക്കിയാൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരം ഉണ്ടാകും. ഇടയ്ക്ക് നോക്കത്തില്ലെന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്ക് വെക്കാത്തതുകൊണ്ട് പറയാനൊക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഓണാക്കി ചോദിക്കാതിരിക്കരുത്. അങ്ങനെയാണ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. അത് നമുക്കിനിയും അടുത്ത ക്ലാസ്സിൽ ബാക്കി ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ചർച്ച ചെയ്ത് പോകാം. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ ഓരോന്നും പരീക്ഷയ്ക്ക് പഠിച്ചു തന്നെ പോകണം. ഇനിയും നമ്മളിത് അവസാനം നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നടത്തി താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരു കാര്യമെന്ന് പറയുന്നത് അടുത്തൊരു പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ ഓൾറെഡി ഇവിടെ കേട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും അവിടെ ഈ കേട്ട കാര്യമായിരിക്കും ചോദ്യമായിട്ട് വരുന്നത്. അപ്പോൾ തന്നെ ആൻസർ ചെയ്യാനുള്ള കപ്പാസിറ്റി ആക്കി എടുക്കാൻ ആദ്യത്തെ ക്ലാസ്സുകളിൽ മാത്രമേ നിങ്ങൾക്ക് കുറച്ച് സ്ട്രെയിൻ വരത്തുള്ളൂ.
ഇത് പഠിച്ച് ഈ പറയുന്നത് കൂടുതൽ പോയിന്റുകൾ വരത്തുള്ളൂ. ആ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെക്കുന്ന ഒരാളിന് ഇനി അങ്ങോട്ട് വരുന്ന ക്വസ്റ്റ്യനുകളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇതിനോടൊപ്പം വേറെ കാര്യം കൂടെ സൂചിപ്പിക്കുന്നത്, ചോദിച്ചിട്ടില്ലാത്ത 2 3 1 2 3 ക്വസ്റ്റ്യനൊക്കെ ചിലപ്പം കയറി വന്നേക്കാം. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ പുതിയ രൂപത്തിലുള്ള ഭാഗങ്ങളായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് കണ്ടുകൊണ്ട് നമ്മുടേതായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ചില ക്വസ്റ്റ്യൻസ് കൂടെയൊക്കെ നമ്മൾ പോയിൻ്റായിട്ട് തരുന്നുണ്ട്. അതും ശ്രദ്ധിക്കുക. അപ്പോൾ അത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. അതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു.